ഭാഗം മാത്രം എടുത്താൽ 981 പുസ്തകങ്ങളുണ്ട്. മാപ്പ്, ഡയറക്ഷൻസ് അങ്ങനെല്ലാം കൂടെ 1500 ഉണ്ട്. ഈ 981 പുസ്തകങ്ങൾ ഒന്ന് പ്രിൻ്റ് ചെയ്താൽ, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് പ്രിൻ്റ് ചെയ്താൽ 45,000 പേജുണ്ട്. നമ്മുടെ സാധാരണ മലയാളം ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്ന ആ വലിപ്പത്തിൽ പ്രിൻ്റ് ചെയ്താൽ 45,000 പേജുണ്ട്. നാച്ചുറലി അതെല്ലാം കൂടെ ബൈബിളിൻ്റെ കൂടെ ചേർക്കാൻ ഒക്കത്തില്ല. ചേർത്താൽ ഇതിന് പൊക്കിക്കൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ബൈബിളിന് 1000 പേജ് അടുത്തേ ഉള്ളൂ. അതിൻ്റെ കൂടെ അത്രയും ഒരു 45 കൂടെ ചേർത്താൽ ഒരു ലോറിയെ കയറ്റാൻ വലിപ്പമാകും. അതുകൊണ്ട് അത് നമുക്കില്ല. നമ്മൾ ബൈബിൾ മാത്രം ഉപയോഗിക്കുന്നു. അതിൻ്റെ അർത്ഥം ചാവുകടൽ ശരിയെന്നോ തെറ്റെന്നോ അല്ല. അതിനകത്ത് ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ചാവുകടൽ ലിഖിതപ്രകാരം ഈ മനുഷ്യനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുവാൻ സാത്താൻ തീരുമാനിച്ചു. അതിന് പടിപടിയായി അവൻ പല കാര്യങ്ങൾ ചെയ്തു. ഞാൻ എളുപ്പം അങ്ങ് പോവുകയാണ്. ദൈവത്തിൻ്റെ ഒരു കൂട്ടം ശത്രുവിനെ നമുക്ക് ആദ്യം കിട്ടി. സാത്താനാണ് ഒരു ശത്രു. രണ്ടാമതൊരു ശത്രുവിനെ ഉണ്ടാക്കാൻ നോക്കുകയാണ് അവൻ. മനുഷ്യനെ തന്നെ ആകാൻ തീരുമാനിച്ചു. മനുഷ്യനെ അവൻ വഷളാക്കാൻ നോക്കി. ഇവിടെ ഞാൻ മനുഷ്യനെ വഷളാക്കുക, അതിൻ്റെ കാരണം മനുഷ്യ പെൺകുട്ടികളെ വീണുപോയ ദൂതന്മാർക്ക് കല്യാണം കഴിക്കണം. അങ്ങനെ കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന കുട്ടികൾ മനുഷ്യരല്ല, ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവുമല്ല, അവർ പൈശാചിൻ്റെ വകയാണ്. രാക്ഷസന്മാർ എന്നവരെ വിളിക്കും. അവരെ ഉപയോഗിച്ച് ദൈവത്തോട് യുദ്ധം ചെയ്യുവാൻ മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു മനുഷ്യ പെൺകുട്ടിയുടെ അടുക്കൽ ഇവനെ അടുക്കാൻ പോലും പറ്റത്തില്ല. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവുമാണ്. അതിൻ്റെ അടുക്ക വരാൻ ഇവനെ കൊണ്ടൊക്കത്തില്ല. ഞാനൊരു കൊച്ചു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കാം. ഇന്ന് രാവിലെ ഞാൻ ബാംഗ്ലൂർ ചർച്ചിൽ ഒന്ന് പറഞ്ഞതാണ്. ബാംഗ്ലൂരിലെ ചർച്ചിൽ പല മാർഗങ്ങളിൽപ്പെട്ട പലരും രക്ഷിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അതിനകത്തൊന്ന് അക്രൈസ്തവ മാർഗത്തിലുണ്ടായിരുന്ന ഒരപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ കുടുംബമായി കത്തോലിക്ക മതത്തിൽ ചേർന്നു. കത്തോലിക്കത്തിയായ അങ്ങേരുടെ മോള്, കത്തോലിക്ക മതത്തിലാണ് അവൾ ജനിച്ചത്, ആ പെൺകുഞ്ഞ് ബാംഗ്ലൂർ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവൾ തിരിച്ച് അവിടെ വീട്ടിൽ ചെന്നു. ആത്മാഭിഷേകം പ്രാപിച്ച രൂപത്തിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അപ്പം പറഞ്ഞു, ഒരു പഴയ മുറപ്പയ്യനുണ്ട്, അവൻ ഇന്നും ഹിന്ദുവാണ്. ആ ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ മാത്രമേ ഉള്ളൂ കത്തോലിക്കനായത്. അതിനകത്ത് ഒരു മോള് പെന്തിക്കോസിലുമായി. ഈ പെന്തിക്കോസുകാരത്തെ പെൺകുട്ടിയെ ഒരു മുറപ്പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, അവൻ ഹിന്ദുവാണ്, കല്യാണം കഴിക്കാൻ പറഞ്ഞു. പെണ്ണ് പറഞ്ഞ് നടക്കത്തില്ല, യാതൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൻ അവസാനം അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. അവൾ എന്നോട് പറഞ്ഞ വാചകം, അവളെ വിളിച്ചും കൊണ്ട് അപ്പനൊരു മുറിക്കകത്തോട്ട് കയറി. സ്വന്തം അപ്പൻ അവളെ വിളിച്ചൊരു മുറിക്കകത്തോട്ട് കയറി. 2 തീപ്പെട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു തീപ്പെട്ടി അവിടെ വെച്ചു, 2 തീപ്പെട്ടി അവിടെ വെച്ചു. കുറച്ച് മണ്ണെണ്ണ കരുതി വെച്ചിരുന്നത് എടുത്ത് തലയിലോട്ട് ഒഴിച്ചു. പറഞ്ഞു, മോളെ, ഞാൻ നിന്നെ ഇവിടം വരെ വളർത്തി. ഇന്ന് ഞാൻ പറയുന്ന പയ്യനെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിൻ്റെ കൈ കൊണ്ട് എന്നെ കത്തിച്ചേക്ക്. ഇതാ ഞാൻ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ഒരു തീപ്പെട്ടി അങ്ങോട്ട് കൊടുത്ത് കത്തിച്ചേക്കടി എന്ന് പറഞ്ഞു. അവൾ നിശ്ചയമായിട്ടും അപ്പനെ കത്തിക്കത്തില്ല. എന്നാൽ ഞാൻ കത്തിക്കാൻ പോവാ. ഒരു തീപ്പെട്ടി എൻ്റെ കയ്യിലുണ്ട്, ഞാനിപ്പോൾ എനിക്ക് തന്നെ തീ വെക്കാൻ പോവുകയാണ്. കാര്യം ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ ഇനി ഞാൻ മുന്നോട്ടില്ല. ഈ സാഹചര്യത്തിൻ്റെ മുഖത്ത് ഈ മോള് സമ്മതിച്ചു, അവനെ കല്യാണം കഴിച്ചോളാം. നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാകും. എനിക്കത് മനസ്സിലായി. ഞാൻ അവളെ ഒരിക്കലും കുറ്റം പറയത്തില്ല. അത്രയും ടെൻഷനിൽ അവൾ സമ്മതിച്ചു. വിവാഹം നടന്നു. ബാക്കി ശ്രദ്ധിച്ചു. 1 വർഷത്തിന് ശേഷമാണ് അവൾ എൻ്റെ അടുക്ക തിരിച്ചു വരുന്നത്. എന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങൾ വിവാഹിതരാണ്, എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ്, അദ്ദേഹത്തിന് എന്നോടും വലിയ കരുതലാണ്. പക്ഷേ ഇന്ന് വരെ ഒരു കുടുംബജീവിതം നടന്നിട്ടില്ല. എൻ്റെ ശരീരത്ത് തൊടാൻ അദ്ദേഹത്തിന് ഭയമാണ്. എൻ്റെ ശരീരത്ത് തൊടത്തില്ല, ഭയമാണ്. ഞാനൊരു നിസ്സാരമായ കേസായി പറയുന്നത്, എൻ്റെ ശരീരത്ത് തൊടാൻ ഭയമാണ്. ഞാൻ 2 പേരെയും കൂടെ വിളിച്ചു, അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ നിൻ്റെ ഭയത്തിൻ്റെ കാരണം? നിൻ്റെ അകത്തിരിക്കുന്നത് ഒരു ദുരാത്മാവാണ്. ഈ മോടകത്തിരിക്കുന്നത് ദൈവാത്മാവാണ്. ദൈവാത്മാവിനെ ദുരാത്മാവ് ഭയപ്പെടുന്നത് കൊണ്ടാണ് നിൻ്റെ ശരീരത്ത് തൊടാൻ ഒക്കാതെ വരുന്നത്. നമുക്ക് തോന്നിയ പോലെ നടക്കുന്ന പിള്ളേർ കാണും, കണ്ടവൻ്റെ കൂടെ ഒക്കെ നടക്കുന്നവർ കാണും. അവരിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് തോന്നിവാസം ജീവിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ മോളിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആകെ ഇനി ഒരൊറ്റ മാർഗം എൻ്റെ മുമ്പിലുള്ളത്, നീ യേശുവിനെ അംഗീകരിക്കുക. ഒരുമിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാം. 1 വർഷം കൂടെ കഴിഞ്ഞ ശേഷം അദ്ദേഹം അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ടു. കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. സ്നാനപ്പെട്ടു. ഞാൻ തന്നെയാണ് സ്നാനപ്പെടുത്തിയത്. അടുത്ത 1 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെയും, പിന്നൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തെ കുഞ്ഞിനെയും ഞാൻ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
ഒരു ശരീരത്തിൽ ദൈവാത്മാവ് വസിക്കുന്നുവെങ്കിൽ അശുദ്ധാത്മാവ് വസിക്കുന്ന ഒരാളിന് ഇവളെ തൊടാനൊക്കത്തില്ല. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതിനേക്കാളൊക്കെ കട്ടിയുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഇന്നും ചർച്ചിനകത്തുള്ള ഒരു കുടുംബമുണ്ട്. ഇന്നും ചർച്ചിനകത്തുള്ള ഒരു കുടുംബം, ഞാൻ സത്യമായിട്ടും പേര് ഒന്നും പറയത്തില്ല, ഒരു കുടുംബമുണ്ട്. വിവാഹിതരായി അവർ ഒരുമിച്ച് താമസിച്ചു. പക്ഷെങ്കിൽ ആ ഭാര്യയും ഭർത്താവും രണ്ടുപേരും പറയുന്നത് കിടക്കാൻ നേരത്ത് ഒരു കട്ടിലെ കിടക്കുന്നത് അറിയാം, മിനിറ്റുകൾ കഴിയുമ്പോൾ അയാൾ ഇറങ്ങി താഴെ കിടക്കുമെന്നാണ് സഹോദരി പറയുന്നത്. അയാൾ ഇറങ്ങി താഴെ കിടക്കും. അയാൾ പറയുന്നത് എന്നെ ആരോ വലിച്ചൊരേറെറിഞ്ഞ് ഞാൻ പോയി താഴെ വീഴും. 2-3 കൊല്ലമല്ല, 5 കൊല്ലം അതുപോലെ പോയി. 5 കൊല്ലം. അത് കഴിഞ്ഞ് CSIയിലെ ഒരു അച്ഛൻ ഇവരുടെ വീട്ടിൽ ചെന്ന് ഒത്തിരി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് അവർക്ക് ഒരുമിച്ച് താമസിക്കാറായത്. ഒരുവൻ ശരിക്കും ദൈവാത്മാവിലും വേറൊരു വ്യക്തി തികച്ചും പൈശാചിക ശക്തിയിലുമാണെങ്കിൽ ഒന്നിച്ചു പോകാൻ ഒക്കത്തില്ല. ഇപ്പോൾ ഈ ദൂതന്മാർക്ക്, വീണുപോയ ദൂതന്മാർക്ക്, പിശാചുക്കൾക്ക് ഈ പെമ്പിള്ളേരെ കല്യാണം കഴിക്കണം. എന്ത് ചെയ്യും? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഒത്തിരി പടികളുണ്ട്, അവിടെ എല്ലാം വെട്ടിച്ചുരുക്കുക. 600 പേജിൻ്റെ രത്നച്ചുരുക്കം നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുക. ഒരു ദിവസം ദൈവദൂതന്മാർ, ഈ വീണുപോയ ദൂതന്മാർ, പൈശാചിക ശക്തികൾ ഇറങ്ങി വന്ന് ഈ പെൺകുട്ടികളോട് പറഞ്ഞു. ഒന്നാമത് അവരെ വീടുണ്ടാക്കാൻ പഠിപ്പിച്ചു. അതുവരെ മനുഷ്യൻ ഗുഹകളിലാണ് പാർത്തിരുന്നത്. ഗുഹകളിൽ നിന്ന് മാറി വീടുണ്ടാക്കി അതിനകത്ത് താമസിക്കാൻ പഠിപ്പിച്ചു. അതോടുകൂടെ ഈ പൈശാചിക ദൂതന്മാർക്ക് ഒരല്പം കൂടെ ഗൗരവമായി. അത് കഴിഞ്ഞ ശേഷം അവർ കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു. പണ്ട് കൃഷി ചെയ്യുമ്പോൾ 5 പറ വിത്ത് ഇട്ട് 10 പറ വിത്ത് നെല്ല് കിട്ടുമായിരുന്നെങ്കിൽ, കോതമ്പ് കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് 50 പറ കോതമ്പ് കിട്ടുമെന്നായി. മിച്ചം വന്ന കോതമ്പ് കൊണ്ട് ചാരായം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ഇവിടെയാണ് പെശക് തുടങ്ങിയത്. മിച്ചം വന്ന കോതമ്പ് കൊണ്ട് ചാരായം ഉണ്ടാക്കി. ചാരായം കുടിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം മാറി, അഹങ്കാരമായി. അതോടെ ആ ചരിത്ര പുസ്തകം ഇങ്ങനെയാണ് പോകുന്നത്. അഹങ്കാരമായി. അഹങ്കരിക്കുന്ന പെൺകുട്ടികളോട്, ചാരായം കുടിച്ച് അഹങ്കരിക്കുന്ന പെൺകുട്ടികളോട് വീണുപോയ പൈശാചിക ദൂതന്മാർ പറഞ്ഞു, നിങ്ങളെ സൗന്ദര്യമുള്ളവരാക്കി തരാം. അവരുടെ ലക്ഷ്യം ഇവളെ കല്യാണം കഴിക്കണമെന്നാണ്. നിന്നെ സൗന്ദര്യമുള്ളവളാക്കി തരാം. അതിനുവേണ്ടി ആദ്യമേ ചുണ്ടത്ത് ചായം തേച്ചു. നിങ്ങളതിന് ലിപ്സ്റ്റിക് എന്ന് വിളിക്കുമായിരിക്കും, പക്ഷെ പിശാച് ചെയ്തതാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ നിന്ന് മാറ്റാൻ. 2 വിരലുകളിൽ ചായം തേച്ചു. നിങ്ങളതിനെ ഒരു പക്ഷെങ്കിൽ ക്യൂടെക്സ് എന്ന് വിളിക്കുമായിരിക്കും, പക്ഷെ സാത്താനായി തുടങ്ങിയത് ചായം തേച്ചു. ചായം തേച്ച് കഴിഞ്ഞതോടെ കുട്ടികൾക്ക് സൗന്ദര്യത്തോട് കൂടുതൽ ഭ്രമമായി, ചാരായത്തിൻ്റെ അളവും വർദ്ധിച്ചു. അതിനെ തുടർന്ന് ലൂസിഫറിന് പണ്ടുണ്ടായിരുന്നത് പോലെ വ്യത്യസ്ത ജൂവലറി കൊണ്ട് അവരെ മൂടാൻ തുടങ്ങി, ആഭരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക, ഒരു മറുപടിയും പറയുന്നില്ല. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവസാനം ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നൃത്തം ചെയ്യാൻ പഠിപ്പിച്ചു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏത് പുസ്തകത്തിലാണെന്ന് ഞാൻ പറയാം. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ നൃത്തം ചെയ്യുന്ന കൂട്ടത്തിൽ ശരിക്കും ചാരായം കുടിച്ച നൃത്തം ചെയ്യുന്നത്, ആഭരണങ്ങൾ ശരീരത്തൊന്ന് ഊരിത്തെറിച്ചു. ആഭരണങ്ങൾ ഊരിത്തെറിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ന ഭാവേന ചെവിയിൽ കിഴുത്തയിട്ടു, മൂക്കയിലും കിഴുത്തയിട്ടു. അതോടെ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും മനുഷ്യന് നഷ്ടപ്പെട്ടു. ബോധിച്ചവരെ ഒക്കെ ഭാര്യമാരായി എടുത്തു. ലെവലിൽ പോകുന്ന പോക്ക് നോക്കണം. ഒരു കൂട്ടം മനുഷ്യൻ ദൈവസന്നിധിയിൽ തെറ്റി. ഇതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ ഈ അശുദ്ധ ദൂതന്മാർ ഇറങ്ങി ഈ ഭൂമിയിൽ കണ്ട മനുഷ്യനുമായും മൃഗങ്ങളുമായും വ്യഭിചാരം നടത്തി. ഹനുമാൻ എന്ന ശക്തി ഉണ്ടാകാൻ കാര്യം കുരങ്ങുമായി വ്യഭിചരിച്ചതാണ്. ദൈവം ആദാമിനെ ഏൽപ്പിക്കുമ്പോൾ മൃഗജാലങ്ങളെ സൂക്ഷിച്ചോളാൻ പറഞ്ഞതാ. അദ്ദേഹം വീണു. അതുകൊണ്ട് മൃഗങ്ങളിൽ നിന്ന് ദൈവങ്ങളുണ്ടായി. പക്ഷികളുമായി വ്യഭിചരിച്ചു. ആദാമിനോട് ദൈവം എടുത്തു പറഞ്ഞു. അതാണ് 5 വിധ അധികാരം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത്. പക്ഷികളെ സൂക്ഷിച്ചോളാൻ പറഞ്ഞതാ. പക്ഷികളുമായി വ്യഭിചരിച്ചു. വെള്ളിമൂങ്ങ വരെ പലതും ഉണ്ടായി. ഞാൻ പക്ഷി ദൈവങ്ങളുടെ കാര്യം അതോടുന്നത്. മത്സ്യങ്ങളുമായി വ്യഭിചരിച്ചു. അവിടുന്നാണ് മത്സ്യകന്യക രംഗത്ത് വരുന്നത്. ഇങ്ങനെ 4 വിഭാഗങ്ങളിൽ നിന്നും ദേവീദേവന്മാർ പുറത്തു വന്നു. ലോകം വല്ലാതെയായി. ഒരു ദിവസം ഹെബ്രിയേലും മീഖായേലും ഉറിയേലും അരിയേലും 4 ദൂതന്മാർ ചേർന്ന്, ഈ 2 പേരും നിങ്ങൾ കേട്ട് കാണത്തില്ല. ഹെബ്രിയേലും മീഖായേലും നമ്മൾ എപ്പോഴും കേൾക്കും. ഉറിയേലും അരിയേലും ആകെ 4 ദൂതന്മാർ ചേർന്ന് ദൈവത്തിനൊരു കംപ്ലൈൻറ്റ് കൊടുത്ത്, കർത്താവേ, അങ്ങയുടെ കോളനിയായി അങ്ങ് സൃഷ്ടിച്ച, അങ്ങയുടെ വൈസ്രോയുമായവരായി അങ്ങ് സൃഷ്ടിച്ച മനുഷ്യനെയും മൃഗങ്ങളെയും ഈ കോളനി ഒന്ന് വന്ന് കാണണേ എന്ന് പറഞ്ഞ് അങ്ങനെ യഹോവയായ ദൈവം പാപം കാണാൻ ഇറങ്ങി വന്നു. 1-ാം പ്രാവശ്യം യഹോവയായ ദൈവം പാപം കാണാൻ ഇറങ്ങി വന്ന ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. യഹോവ പാപം കാണാൻ ഇറങ്ങി വന്നു. കണ്ടപ്പോൾ ഇവർ പറഞ്ഞതിനേക്കാളും കുറയത്തില്ല.
യഹോവ അവിടുന്ന് നോഹയോട് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും മാത്രം നീതിമാന്മാരാണ്, ഒരു പെട്ടകത്തിലോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. നീതിമാന്മാരെന്ന പദം മലയാള വേദപുസ്തകത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നതിന് തമിയം എന്ന വാക്കാണ് എഴുതപ്പെട്ട ഭാഷയിൽ എഴുതിയത്. സ്ട്രോങ്ങിൻ്റെ ഡിക്ഷണറിയിൽ തമിയം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തമിയം എന്ന വാക്കിൻ്റെ അർത്ഥം കീപ്പിംഗ് അപ്പ് ഒറിജിനാലിറ്റി എന്ന, ദൈവം സൃഷ്ടിച്ച ശരീരം ഷെയ്പ്പിൽ സൂക്ഷിച്ച, രക്തം കേടുകൂടാതെ സൂക്ഷിച്ച ഒറ്റ കുടുംബത്തെ കണ്ടുള്ളൂ, അത് നോഹയാണ്. നോഹയോട് പറഞ്ഞു, നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് ഒരു പെട്ടകം വന്നത്, അങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ആദാമിന് കൊടുത്ത അതേ അനുഗ്രഹം നോഹയ്ക്ക് ആവർത്തിച്ചു. ആദാമിനെ അനുഗ്രഹിക്കുന്ന പദം ഓർമ്മയുണ്ടോ? സന്താനപുഷ്ടിയുള്ളവനായി പെരുക എന്ന മലയാളത്തിൽ. പക്ഷേ ഇംഗ്ലീഷ് കിങ് ജെയിംസിൽ അല്പം കൂടെ വ്യത്യാസമാണ്. റീപ്ലനീഷ്, വീണ്ടും സന്താനപുഷ്ടിയുള്ളവനായി പെരുക. കാര്യം ലൂസിഫറിൻ്റെ ഒരു തലമുറ പണ്ടിവിടെ ഉണ്ടായിരുന്നു, നോഹെ, ആദമേ. അതിനെ മുഴുവൻ ഞാൻ തുടച്ചു മാറ്റി വെച്ചാൽ നിന്നെ പകരം ഇങ്ങോട്ട് വെച്ചത്. ഈ വീണ്ടും സന്താനപുഷ്ടിയുള്ളവനായി പെരുക, ഇതേ പദമാണ് നോഹയോട് പറയുന്നത്. റീപ്ലനീഷ്, വീണ്ടും സന്താനപുഷ്ടിയുള്ളവനായി പെരുക. അങ്ങനെ നോഹ പെരുകയും. പക്ഷേ പഴയതുപോലെ പൈശാചിക അറ്റാക്കുകൾ തുടർന്നു. നോഹയ്ക്ക് തന്നെ തുടങ്ങി പ്രശ്നം. നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്നാണ് വരുന്നത്. സാധാരണ മുന്തിരി കൃഷിക്കാരെ ഞാൻ പലരെ കണ്ടിട്ടുണ്ട്. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 5 വർഷം കഴിഞ്ഞ് ഒന്നാമത്തെ മുന്തിരി കായ്ക്കത്തുള്ളൂ. സാമാന്യം ഫലമുണ്ടാകണമെങ്കിൽ 7 വർഷം എങ്കിലും എടുക്കും. നോഹയുടെ മുന്തിരി ആ കൊല്ലം കായ്ച്ചു. അമിതമായ സമൃദ്ധി ദൈവത്തിങ്കിൽ നിന്നായിരുന്നില്ല, മറ്റവൻ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അവൻ പറിക്കരുതാത്ത അത്രയും പറിച്ചു, പിഴിയരുതാത്ത അത്രയും പിഴിഞ്ഞു, കുടിക്കരുതാത്ത അത്രയും കുടിച്ചു, കിടക്കരുതാത്തതുപോലെ കിടന്നു. മക്കൾ വന്നവൻ്റെ നഗ്നത കണ്ടു. ഞാൻ പറഞ്ഞ പദങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. നോഹ എഴുന്നേറ്റ് ഒറ്റ ശാപവും വെച്ചു കൊടുത്തു. അങ്ങനെ മൂത്ത മോൻ ശപിക്കപ്പെട്ടവനായി മാറി. പഴയ പിശാച് പുതിയ തന്ത്രത്തിൽ വീണ്ടുമായി. നോഹയുടെ കാലത്തെ തുടർന്ന് നോഹയുടെ കാലത്തെ വീഴ്ചയെ 2ാം വീഴ്ച എന്ന് വിളിക്കും. മനുഷ്യവർഗത്തിനുണ്ടായ 2ാം വീഴ്ചയാണത്. ആ 2ാം വീഴ്ചയിൽ അവൻ ദൈവത്തിൻ്റെ രൂപം വിട്ട് പൈശാചിക രൂപമെടുത്തു. ലൂസിഫറിൻ്റെയും വീണുപോയ ദൂതന്മാരുടെയും രൂപം ധരിച്ചു. അവൻ്റെ അക്ഷരീക ശരീരം ദൈവത്തിൻ്റെ രൂപത്തിൽ നിന്ന് മാറി. ഞാൻ ഇവിടെ ഒരു പ്രത്യേക കാര്യം കൂടെ പറയാൻ പോകും. ഒരു പ്രത്യേക കാര്യം. ഈ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ സ്നാനപ്പെടുത്തിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയത് ജോൺ വെസ്ലി എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനാണ്. മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായിരുന്നു ജോൺ വെസ്ലിയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയത്. അദ്ദേഹം സ്നാനപ്പെടുത്തിയവരുടെ എണ്ണം 17 ലക്ഷം. ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചതാണ് 17 ലക്ഷത്തെ സ്നാനപ്പെടുത്തി. ദൈവത്തിൻ്റെ കരുണയാൽ എനിക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ സ്നാനം നടന്നിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയ കാര്യമല്ല. ജോൺ വെസ്ലിയുടെ മുമ്പിലോട്ട് നോക്കുമ്പോൾ അദ്ദേഹം 17 ലക്ഷത്തെ സ്നാനപ്പെടുത്തി. പക്ഷെ ജോൺ വെസ്ലിയുടെ വേർപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോൺ വെസ്ലിക്ക് ദാഹിക്കുമ്പോൾ 1 കപ്പ് വെള്ളം ഒരാൾ എടുത്തു കൊടുത്താൽ ആ ആളിൻ്റെ ശരീരത്തെ എന്തെങ്കിലും ഒരു ആഭരണമുണ്ടെങ്കിൽ പുരിയം നന്നാക്കുക, ആഭരണങ്ങൾ ഉപയോഗിക്കുക, ശരീരത്തെ ഡൈ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കളറടിക്കുക, ടാറ്റു, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇതെല്ലാം പിശാച് തുടങ്ങിയതാണ്. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും വിട്ടുപോയി അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കും, നിന്റെ മേൽ കാണുന്ന സ്വരൂപവും മേലെഴുത്തും ആരുടേത്? യേശു ഇതേ ചോദ്യം ദേവാലയത്തിൽ ചോദിച്ചതാ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാ. നിന്റെ മേൽ കാണുന്ന സ്വരൂപവും മേലെഴുത്തും ആരുടേത്? എൻ്റെ ദൈവത്തിൻ്റേതല്ല, നിൻ്റേന്ന് എനിക്ക് പച്ചവെള്ളം പോലും വേണ്ട. അതായിരുന്നു ജോൺ വെസ്ലി. ഓക്കെ, ഇങ്ങനെ പൈശാചിക രൂപത്തിലേക്ക് വരെ മാറ്റി. വീണ്ടും നോഹയുടെ കാലം കഴിഞ്ഞു, ഇതേ പ്രശ്നമായി. 2ാം വീഴ്ച അതോടെ തീർന്നു. 3ാമത്തെ വീഴ്ച നടക്കാൻ പോവുക. അവിടെ മുതൽ ഒത്തിരിയും കൂടെ പ്രാധാന്യമാണ്. 3ാമത്തെ വീഴ്ച നിമ്രോദിൻ്റെ കാലത്താണ്. നിമ്രോദ് ഒരു നായാട്ടുവീരനായിരുന്നുവെന്ന് മാത്രം അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. പക്ഷെ നിമ്രോദിൻ്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കിട്ടും. ശാവുകട ലിഖിതങ്ങളിലുണ്ട്, ഇൻ്റർനെറ്റിൽ കിടപ്പുണ്ട്. നിമ്രോദിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ സാധാരണ വേട്ടക്കാർ പട്ടികളെയും കൊണ്ടാണ് വേട്ടയാടാൻ പോകുന്നത്. വേട്ടനായ്ക്കളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പട്ടിയെയും കൊണ്ടാണ്. അതിൻ്റെ സ്വഭാവത്തിൽ മനുഷ്യന് മരുങ്ങും. പക്ഷെ നിമ്രോദ് പോയിരുന്നത് 2 സിംഹങ്ങളെയും കൊണ്ടാണ്. എടാ, സിംഹം ഇവനെ പിടിച്ച് തിന്നത്തില്ലയോ? ഇല്ല. അതായിരുന്നു അവൻ്റെ മാന്ത്രിക ശക്തിയായിരുന്നു. അവൻ്റെ ഭാര്യയുടെ പേര് സെമിറാമി എന്നായിരുന്നു. അവളും ഭയങ്കര മന്ത്രവാദിയായിരുന്നു.
ഇരുവരും ചേർന്ന് മന്ത്രവാദം ചെയ്തു. ഞാൻ ചരിത്രങ്ങൾ ചുരുക്കുക. ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഭാഗം വരെ ആദം ഹവ്വമാരുടെ 1-ാം പുസ്തകം 2-ാം പുസ്തകം എന്ന 2 പുസ്തകങ്ങളിൽ കിടപ്പുണ്ട്. ആദ്യമായി എഴുത്ത് അക്ഷരമാല ഭൂമിയിൽ കൊണ്ടിരുന്നത് ഹാനോക്കാണ്. ഹാനോക്ക് 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് മാത്രമേ ബൈബിളിൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഹാനോക്കിൻ്റെ ചില പ്രവചനങ്ങളും കിടപ്പുണ്ട്. പക്ഷേ ഹാനോക്കാണ് അക്ഷരമാല ഭൂമിയിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം 300 വർഷം ദൈവത്തോടുകൂടെ നടന്നെങ്കിൽ ചുമ്മാ അന്യഭാഷ പറഞ്ഞ് നടക്കുകയല്ലായിരുന്നു. അദ്ദേഹം ഒരു വലിയ കാര്യം കൂടെ ചെയ്തു. എഴുതാനുള്ള ആർട്ട് കൊണ്ടുവന്നു, അക്ഷരമാല കൊണ്ടുവന്നു. ഹാനോക്കാണ് ആദ്യത്തെ പുസ്തകങ്ങൾ എഴുതുന്നത്. അദ്ദേഹം എഴുതിയ 1-ാമത്തെ പുസ്തകം ആദം ഹവ്വമാരുടെ 1-ാം പുസ്തകം അല്ലെങ്കിൽ വോളിയം 1. 2-ാമത്തേത് ആദം ഹവ്വമാരുടെ 2-ാം പുസ്തകം. ഹാനോക്ക് ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ ആദം ഹവ്വമാരും ജീവനോടുണ്ട്. ആദം ഹവ്വമാർ 900 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്നു. അവർ ജീവനോടുണ്ട്. അവരുടെ വാക്മൊഴി എടുത്താണ് ഹാനോക്ക് എഴുതുന്നത്. ഞാൻ ഈ പറഞ്ഞിടത്തോളം ചരിത്രങ്ങൾ ആദം ഹവ്വമാരുടെ 1-ാം പുസ്തകം 2-ാം പുസ്തകം എന്ന ചാവുകടലിലെ 2 പുസ്തകങ്ങളിലുണ്ട്. ഇനിയും പറയാൻ പോകുന്നത് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ബാക്കി ഇവിടം കൊണ്ട് ആദം ഹവ്വമാരുടെ പുസ്തകം തീർന്നു. ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ തുടർന്ന് ഈ നിമ്രോദിൻ്റെ കാലമായി. നിമ്രോദ് ശക്തനായ മന്ത്രവാദിയായിരുന്നു. അദ്ദേഹം തീരുമാനിച്ചു പൈശാചിക ശക്തികളെ ഭൂമിയിൽ കൊണ്ടുവന്ന് ഈ ഭൂമിയുടെ ഭരണം അവരെ ഏൽപ്പിക്കണം. ഇന്നും അവൻ ആഗ്രഹിക്കുന്നതാ. അവൻ്റെ ആഗ്രഹം ഇവിടൊന്നുമല്ല. ഞാൻ സ്വർഗത്തിൽ കയറും, മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും മണ്ടയിൽ അവൻ്റെ പ്രമാണങ്ങൾ കൊണ്ട് വെക്കുമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു അല്പം കൂടെ താഴോട്ടിറങ്ങി പറയട്ടെ സഹോദരന്മാരെ, നമ്മൾ ഇളകി ചിന്തിക്കാൻ വേണ്ടിയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ, ഇവിടെ 3.5% ക്രിസ്ത്യാനിത്വം ഉണ്ടായിരുന്നു. ഒഫീഷ്യലി ഇവിടെ 3.5% ക്രിസ്ത്യാനിത്വം ഉണ്ടായിരുന്നു. 47 ശേഷം എത്ര കോടി ഡോളർ നമ്മളിവിടെ കൊണ്ടുവന്നു. പള്ളി പണിയാനും പള്ളിക്കൂടം പണിയാനും ബൈബിൾ സ്കൂൾ പണിയാനുമായി നമ്മൾ എത്ര കൊണ്ടുവന്നു, എത്ര ചിലവാക്കി. എത്ര കോടി പൗണ്ട് നമ്മളിവിടെ കൊണ്ടുവന്നു, ബ്രിട്ടീഷ് നാണയം കൊണ്ടുവന്നു. പക്ഷേ ക്രിസ്ത്യാനിത്വം 3.5% നിന്ന് 2.5 കുറഞ്ഞതല്ലാതെ കൂടിയില്ലെന്ന് ആർക്കെങ്കിലും അറിയാവൂ? കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. മരിക്കാൻ തയ്യാറുള്ളവർ, ജീവിതത്തിൽ സകലതും ത്യജിച്ച് കർത്താവിനെ സേവിക്കാൻ തയ്യാറുള്ളവരുണ്ട്. എന്തേ ആളുകൂടാത്തെ? എവിടെയോ ദൈവത്തിന് പിടിക്കാഴിക നമ്മുടെ ഇടയിലുണ്ട്. അത് മറക്കല്ല്. എവിടെയോ ദൈവത്തിന് പിടിക്കാഴിക നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിൻ്റെ കരുണയാൽ ചൊവ്വേ ജീവിക്കുന്ന 10-100 പേരെ കണ്ട് ദൈവം നമ്മൾ ഇല്ലാതെ പോകാതെ ഒരു അത്യല്പമായ ശേഷിപ്പ് നമുക്ക് തന്നിന്നും വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. ആ കാര്യം ഓർക്കാം. എവിടെയോ ദൈവത്തിന് അംഗീകരിക്കാൻ വയ്യാത്ത ചിലതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ആയിരിക്കും. ഞാൻ മുന്നോട്ട് വരാൻ പോകുകയാണ്. തുടർന്ന് നിമ്രോദ് ദൈവത്തിന് വിരോധമായി മാന്ത്രിക ശക്തികൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഞാൻ അടുത്ത ലെവലിലോട്ട് കയറുക. നിമ്രോദ് അന്ന് സമഭൂമിയിൽ ആകാശത്ത് മുട്ടുന്ന ഒരു ഗോപുരം പണിയാൻ തീരുമാനിച്ചു. ആകാശത്ത് മുട്ടുന്ന ഗോപുരം. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, മുട്ടാൻ ആകാശത്തൊന്നും ഇരിപ്പില്ല. ചെന്ന് മുട്ടത്തക്കോൽ അവിടെ ഒരു സാധനവും ഇല്ല, ഒന്നുമില്ല. എഗെയിൻ സ്ട്രോങ്ങിൻ്റെ കമൻട്രിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ എഴുതിയിരിക്കുന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒരു ഡ്യുവൽ മീനിങ് ഉള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരർത്ഥം ചെന്ന് മുട്ടാമെന്നാണ്. 2ാമത്തെ അർത്ഥം ആകാശത്തെ സ്വാധീനിക്കാവുന്ന ഒരു ഗോപുരം പണിയെന്ന്. ആകാശം എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കാർമേഘങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കുന്നതും മാന്ത്രിക ശക്തികളാൽ നിയന്ത്രിക്കാവുന്നതുമായ മാന്ത്രിക സ്വർഗത്തെ ആകർഷിക്കുകയെന്ന. ഒന്നുകൂടെ ആവർത്തിക്കാം. കാർമേഘപടലങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കുന്നതും, അത്രയും ഉയരമുണ്ട്, മാന്ത്രിക ശക്തികളാൽ ആകർഷിക്കാവുന്ന മാന്ത്രിക സ്വർഗത്തെ ആവാഹിച്ച് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ ചുമതല കൊടുക്കുക എന്ന് തീരുമാനിച്ചു. ഈ കാർമേഘങ്ങൾ 10 കിലോമീറ്ററിൻ്റെ മുകളിൽ വരെ പോകും. 10 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഗോപുരം പണിയാൻ മനുഷ്യനെ കൊണ്ട് കഴിയുമെന്നോ? വാട്ട് ഡു യു ടോക്ക്? ഒക്കത്തില്ല. ഇന്ന് വരെ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞത് 1 കിലോമീറ്ററിന് താഴെയാണ്. അതാണ് ബുർജ് ഖലീഫ. അതിന് 850 മീറ്റർ ഉയരമുണ്ട്. അതിൽ കൂടുതൽ പണിതിട്ടില്ല.
ജപ്പാൻ്റെ ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടേച്ചു പറഞ്ഞു, ഞാൻ ഒരു റിട്ടയർഡ് സയൻറ്റിസ്റ്റാണ്, വളരെ അക്യുറേറ്റാണ് പറയുന്നത്. ഇത് കണ്ടേച്ച് ജപ്പാൻ്റെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഞങ്ങളാണ് കഴിവുള്ളവർ, അതുകൊണ്ട് ഞങ്ങൾ 4 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഗോപുരം പണിയുമെന്ന് പറഞ്ഞ് അവരതിൻ്റെ ഡ്രോയിങ് ഉണ്ടാക്കി. പണി തുടങ്ങുന്നതിന് മുമ്പേ അവർക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ഉണ്ടാക്കിയ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടല്ലോ, പഴയത് മാറ്റിയേച്ച് കോസ്മോസ്, ഈ കോസ്മോസിൽ 1 കിലോമീറ്ററിൻ്റെ മേളിലോട്ടില്ല. ഇതിൻ്റെ മേളിലോട്ട് പണിയാൻ പറ്റത്തില്ല, അതിൻ്റെ മേളിലോട്ട് സിമെൻറ്റ് സെറ്റാകത്തില്ല, വെൽഡിംഗ് മെഷീൻ വർക്ക് ചെയ്യത്തില്ല, നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ, അവിടെ കയറി നിന്ന് ചെയ്യാൻ ആരെ കൊണ്ട് ഒക്കത്തില്ല. അവസാനം ജപ്പാൻ ശാസ്ത്രജ്ഞന്മാർ എക്സീഡ് 4000 എന്ന പേരിൽ ആ ചിത്രം ഇന്ന് ഇൻ്റർനെറ്റിലോട്ട് പബ്ലിഷ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ശാസ്ത്രം എന്തെങ്കിലും ഒരു കാലത്ത് വളരുമ്പോൾ ഞങ്ങൾ പണിത് കളയും എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ, ഇതുവരെയും പണിതിട്ടില്ല. പക്ഷേ ഈ ഗോപുരത്തിൻ്റെ പണി കാണാൻ യഹോവ ഇറങ്ങി വന്നു. യഹോവ 2ാം പ്രാവശ്യം വരികയാണ്. ആദ്യമേ പാപം കാണാനൊന്ന് ഇറങ്ങി വന്നു, ഇപ്പോൾ 2ാം പ്രാവശ്യം വരികയാണ് ഗോപുരത്തിൻ്റെ പണി കാണാൻ. ഗോപുരത്തിൻ്റെ പണി കാണാൻ വേണ്ടി യഹോവയായ ദൈവം ഇറങ്ങി വന്നു വെച്ച് പറഞ്ഞു, ഇവൻ ഇത് നടക്കും. അങ്ങനെയാണെങ്കിൽ 11-12 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഗോപുരം പണിയുന്ന നോഹവ് ആര് കൊടുത്തു? എൻജിനീയറിങ് ആര് കൊടുത്തു? ഇത് അന്നത്തെ കാലമായി, ഇന്നത്തെ കാലമല്ല. ഇന്നത്തെ കാലത്ത് 4 കിലോമീറ്റർ നടക്കുകയില്ലെന്ന് ജപ്പാൻ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു വിട്ടു. എങ്കിൽ അക്കാലത്ത് ആരിതിൻ്റെ നോഹവ് കൊടുത്തു? ഒറ്റ മറുപടിയേ ഉള്ളൂ, ലൂസിഫർ കൊടുത്തതാ പണിത് ഉയർത്താൻ. അതിൻ്റെ മുകളിൽ പിശാചിനെ പ്രസാദിപ്പിക്കുന്ന രൂപങ്ങൾ കൊണ്ട് വെക്കാനാണ് അവർ പ്ലാൻ ചെയ്തതെന്നാണ് ഹാനോക്ക് പറയുന്നത്. പിശാചിനെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടി, അവനെ ആകർഷിക്കേണ്ടതിന് വേണ്ടി രൂപം കൊണ്ട് കൊടുക്കാൻ. ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു കാര്യമാണ്, നമ്മുടെയൊക്കെ ഓരോ സൈനുകളുണ്ട്, ചിഹ്നങ്ങൾ, അത് നമുക്കെല്ലാം പ്രധാനമാണ്. ഇന്ത്യയുടെ ഫ്ലാഗ് എവിടെ കണ്ടാലും എനിക്കതിനോട് ബഹുമാനമാണ്. ഇന്ത്യയുടെ ഫ്ലാഗ് സംഗതി പേപ്പറായിരിക്കാം, അല്ലെങ്കിൽ തുണിയായിരിക്കാം, പക്ഷെ അത് കണ്ടാൽ എനിക്ക് പ്രസാദമാണ്, എനിക്കിഷ്ടമാണ്. എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ സഹോദരങ്ങളെല്ലാം കൂടെ നിൽക്കുന്ന ഒരു പിക്ചർ എൻ്റെ അറിവിലില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ ബ്രദർ എനിക്കൊരു പിക്ചർ അയച്ചു തന്നു. അതിനകത്തുണ്ട് അപ്പനും അമ്മയും ഞങ്ങൾ മക്കളെല്ലാം കൂടെ നിൽക്കുന്നു, മക്കളും മരുമക്കളും എല്ലാം കൂടെ നിൽക്കുന്ന പറഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട പാതി കാണാത്ത പാതി ഞാൻ ഞങ്ങളുടെ മീഡിയ ഗ്രൂപ്പിന് അയച്ചു കൊടുത്തേച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എന്ത് ചിലവ് വന്നാലും ഇതൊന്ന് എൻലാർജ് ചെയ്ത് എനിക്കിതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഫ്രെയിം ചെയ്ത് തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഫ്രെയിം ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മൂത്ത മോൻ പറയുന്നത്, എൻ്റെ ഡാഡി ഇത് AI പ്രൊഡക്റ്റാണ്. എൻ്റെ സഹോദരന്മാരിൽ ആരാണ്ടൊരാൾ AI കൂട്ടുപിടിച്ചെടുത്തതാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പ്രായവും അപ്പൻ്റെ പ്രായവും ഒരുപോലെ ഇരിക്കും. സംഭവിച്ചത്, അടുത്ത കാലത്ത് ഞങ്ങൾ മക്കളെല്ലാം കൂടെ ഒന്നൊരു പിക്ചർ എടുത്തു. അപ്പച്ചൻ്റെ അമ്മയുടെയും ഫോട്ടോ, പഴയ ഫോട്ടോ എങ്ങാണ്ട് കിടന്നത് അവന്മാർ പറിച്ച് ഇതിനകത്ത് കൊണ്ട് നട്ടതാണ്. അപ്പൻ്റെ ഒരു 80-ാം വയസ്സിൽ, മേ ബി 75-ാം വയസ്സിൽ എടുത്ത പടമാണ്. എനിക്കിപ്പോൾ 80 ഉണ്ട്. ഇപ്പം ഞാൻ അത് കണ്ട മൂത്തത്, എനിക്കത് വീടിനകത്ത് വെച്ചേക്കാൻ ഒക്കത്തില്ല. ഇന്ന് രാവിലെ അത് ഫ്രെയിം ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ട് തന്നത്. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് വെച്ച് പറഞ്ഞു, ഇതിന് കേടുകൂടാതെ അകത്ത് വെച്ചേക്കണം, വെളിയിലാരെയും കാണിക്കാൻ ഒക്കത്തില്ല, കാര്യം ഇത് വൃത്തികേടാ കണ്ടാൽ. അപ്പനേക്കാൾ ഒത്തിരി മൂത്തതാണ് ഞാൻ, അതിനേക്കാളും മൂത്തതാണ് എൻ്റെ പെങ്ങൾ. ഇങ്ങനെ ആകെപ്പാടെ അത് പഴയ പടമാണ്, അത് കൊണ്ടുവച്ചിരിക്കുക. എങ്കിലും അത് കളയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ? ഞങ്ങൾ സഹോദരങ്ങളെല്ലാം അപ്പൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്ന ഒരു പിക്ചർ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിക്ചർ ഇല്ല. അങ്ങനൊരു പിക്ചർ കിട്ടിയത് കളയാൻ ഞാൻ തയ്യാറല്ല. ചില പടങ്ങൾ, ചില രൂപങ്ങൾ ചിലതിനങ്ങ് ഇഷ്ടപ്പെടും. ഇതുപോലെ സാത്താന് ഇഷ്ടമുള്ള ഒരുപാട് രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളെ കൊണ്ടുവന്ന് ഈ ഗോപുരത്തിൻ്റെ മേളി വെക്കുക. ഇന്ന് വീണുപോയ ദൂതന്മാരെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് ഏലിയൻസ്. ഏലിയൻസ് എന്ന പദം ഞാൻ ഉപയോഗിച്ചതിനകത്ത് ഒത്തിരി മണ്ടന്മാർ, പള്ളുകുടുത്തി പോകാത്തവന്മാരെല്ലാം കൂടെ ഒത്തിരി ബഹളമുണ്ടാക്കി. ഇന്നൊക്കെ കാലം മാറിയെന്ന് തോന്നുന്നു, ഇന്ന് ഒത്തിരി ജനത്തിന് ഇപ്പോൾ ഏലിയൻസിനെന്ന് മനസ്സിലായി. ഓക്കെ, ശാസ്ത്രജ്ഞന്മാരതിനെ വിളിക്കുന്ന പേരാണ് ഏലിയൻസ് എന്ന്. ഏലിയൻസിനെ ആകർഷിക്കാൻ വേണ്ടി ഇന്ന് ലോകത്തിൽ നാസ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ ഇന്ന് ആകർഷിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. ഈ ദുഷ്ടശക്തികൾക്ക് ഏറ്റവും താല്പര്യമുള്ളത് ലൈംഗികതയാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ അന്യോന്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പടം അവർ പൊന്നുകൊണ്ടുണ്ടാക്കി അതിൻ്റെ പിക്ചർ എടുത്ത് അന്തരീക്ഷത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ഇന്ന് ഏലിയൻസിനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ചിത്രം കണ്ടാൽ ആകർഷിക്കപ്പെടുന്നവരാണവർ. ഇങ്ങനെ ആരാധിച്ചു വന്നിരുന്ന ഡൈറ്റികളുടെ രൂപങ്ങൾ ഒരുമിച്ച് ചേർത്ത് 12 കിലോമീറ്റർ ഉയരമുള്ള കാർമേഘമണ്ഡലത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ അന്യായ ശക്തികളെ ആകർഷിച്ചു കൊണ്ടുവരാം എന്ന് മനസ്സിലാക്കി.
മനസ്സിലാക്കിക്കൊണ്ട് അവർ 12 കിലോമീറ്റർ ഉയരമുള്ള ഗോപുരം കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഞാൻ ഒരു വാക്കും കൂടെ പറഞ്ഞോട്ടെ. അതിൽ 12 ചിഹ്നങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ 11 ചിഹ്നങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഈ കമ്പ്യൂട്ടറിൻ്റെ അത് കിടപ്പുണ്ട്. അതിൽ 11 ചിഹ്നങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. 12ാമത്തെ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ സാഹചര്യത്തിൽ ഞാൻ ഡൽഹിയിൽ ഒരിക്കൽ ചെന്ന് ഒരു ലീഡേഴ്സ് മീറ്റിംഗ്, പാസ്റ്റേഴ്സ് മീറ്റിംഗ് അവിടെ നടക്കുമ്പോൾ ഞാൻ അവിടെ ഇത് പ്രൊജക്റ്റ് ചെയ്തു. ഈ ഒത്തിരി വിശ്വസിക്കുന്ന പാസ്റ്റേഴ്സ് ഇതിനൊക്കെ വരത്തുള്ളൂ. അവിശ്വാസികളായ പാസ്റ്റേഴ്സ് ഒന്നും ഇതിനൊന്നും വരത്തില്ല. വിശ്വസിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്, അവിശ്വാസി പാസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, വിശ്വസിക്കുന്ന പാസ്റ്റേഴ്സ് ഇത് വന്നിരുന്നു. ഞങ്ങളിത് കണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ കൂടുതൽ പറയുന്നില്ല. അവിടുന്ന് ഞാൻ പോകുന്ന രാജസ്ഥാനിൽ ചെന്നപ്പോൾ ഇതവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ. രാജസ്ഥാനിലെ ആളുകൾക്ക് യേശു സ്നേഹമാണെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. അതിനേക്കാളും ലളിതമായിട്ട് പറയണേ. ഇവരെ പിക്ചർ കാണിച്ചിട്ട് എന്നെ എടുക്കാനാണ്, ഇവിടെ ഏലിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് എന്നെ എടുക്കാനാണ്. അബ്സല്യൂട്ട്ലി നോ യൂസ്. പക്ഷെ പിന്നെയും ദൈവാത്മാവ് എന്നോട് നിർബന്ധിക്കാൻ തുടങ്ങി ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ. എന്നെ വിളിച്ചുകൊണ്ട് പോയ ഒരു സ്കൂളിൻ്റെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു കാര്യം ദൈവം എന്നോട് ഇടപെടുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്കൂളുമുണ്ട് കോളേജും ഉണ്ട്. എൻ്റെ സ്കൂളിലും കോളേജിലും ജോലി ചെയ്യുന്ന ഗ്രാജുവേറ്റ്സ് കുറഞ്ഞാലും 400 പേര് കാണും. എല്ലാവരും കൂടെ കൂടാൻ പറയാം, അവരെല്ലാം കൂടെ കൂടും. അതിൻ്റെ കൂടെ ഗ്രാജുവേഷന് പഠിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അവർക്ക് മനസ്സിലാവും. പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ദൈവാത്മാവ് ഹേമം തരുന്നെങ്കിൽ അതിന് തക്ക ഒരു സദസ്സ് വിളിച്ചു കൂട്ടാം, പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ ഇതുപോലെ അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു മോൻ ഇരിപ്പുണ്ട്. അവൻ മെഡിക്കൽ ഡോക്ടറാണ്. മറക്കണ്ട, മെഡിക്കൽ ഡോക്ടറാണ്. അവൻ്റെ അനിയൻ്റെ കല്യാണം നടന്നു. ഞാൻ ആ കല്യാണം നടത്തിയത്. അവൻ കുടുംബമായി ജീവിക്കുന്നു. ചേട്ടൻ്റെ കല്യാണം നടന്നിട്ടില്ല. കാര്യം അവനൊരു മഫൻ തിരിഞ്ഞിരിക്കുന്ന പുള്ളിയാണ്. സംഗതി മെഡിക്കൽ ഡോക്ടറാണെങ്കിലും അവൻ കാര്യമായിട്ട് ഒരു ജോലിയും പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ശരിക്ക്. അങ്ങനെ അവൻ കഴിയുക. അപ്പം ഞാൻ വീടുമൊക്കെ ആയിട്ട് കഴിയുക. ഈ ചെറുക്കൻ അലറി ഇറങ്ങിയ ഒരു ഓട്ടോ ഓടി. ആളുകൾ ഇവൻ്റെ പുറകെ ഓടി അവനെ പിടിച്ചോണ്ട് വന്നപ്പോൾ അവൻ പറയുകയാണ്, അങ്കിളെ ഒരു വീഡിയോ ഗെയിമുണ്ട്. ആ വീഡിയോ ഗെയിമിൻ്റെ അതിൻ്റെ ആക്ച്വൽ വില്ലൻ, അതിനകത്തെ പ്രധാന ആൾ ലൂസിഫറിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിൽ ഞങ്ങളുടെ കടമ. അതിനകത്ത് ഉപയോഗിക്കുന്ന 12 കോയിൻസ് ഉണ്ട്. അതിൽ 11 അങ്കിൾ കാണിച്ചത്. അത് കണ്ടതോടെ എനിക്ക് ഇരിക്കാൻ ഒക്കാതെ വന്നു. ലൂസിഫറിൻ്റെ ശക്തി എന്നിലുണ്ട്, അത് ഇളകി. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയതാ. അവനെ പിടിച്ചോണ്ട് വന്നു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഇതിൻ്റെ ഈ ഗെയിമിൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു പറയത്തില്ല. കാര്യം ഞാൻ റഷ്യയിൽ മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ അവനോട് ആവുന്നത് ചോദിച്ചു, എടാ മോനെ, 1000 നശിക്കുന്നു. ഈ വീഡിയോ ഗെയിമിൻ്റെ പേരെന്തുവാ? അല്ലെങ്കിൽ ഇതെങ്ങനെ കിട്ടി? ഇതിൻ്റെ ഡീറ്റെയിൽസ് താ, ഞാനിതൊന്ന് ആളുകളോട് പറയട്ടെ. നിൻ്റെ അടുത്ത് എൻ്റെ നിന്ന് നഷ്ടപ്പെട്ട ഒരു കോയിനും കൂടെ നിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതൊന്ന് കാണീര്. പറഞ്ഞു ഒന്നും ഒക്കത്തില്ല. കാരണം ഈ ഗെയിം കളിക്കണമെങ്കിൽ അവൻ എന്നോട് പറഞ്ഞതാണ്, ഒരു താണ ഗെയിമിൻ്റെ പേര് പറഞ്ഞു. ഞാൻ ആ പേര് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ആ ഗെയിം നിങ്ങൾ കളിച്ചു തുടങ്ങുക. നിങ്ങൾ സത്യത്തിൽ ബുദ്ധിയുള്ളവനാണെങ്കിൽ നിങ്ങളെ ആരോ എവിടുന്നോ വാച്ച് ചെയ്യുന്നുണ്ട്. എവിടുന്നൊന്നും അറിഞ്ഞുകൂടാ, ആരോ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്ത് നിങ്ങൾ കിളന്നു വരികയാണെങ്കിൽ അതിനടുത്ത ഗെയിം നിങ്ങൾക്ക് വരും. അതിനകത്ത് നിങ്ങൾ പഠിച്ച് കളന്നാൽ 3ാമത്തെ ഗെയിം വരും. അങ്ങനെ ഒരു 4-5 ഗെയിം കഴിയുമ്പോൾ നിങ്ങളോടൊരു ഫീസ് ചോദിക്കും. ഏതാണ്ട് 5 ലക്ഷത്തിന് മേളിലാണ് ആ ഫീസ്. ആ ഫീസ് കൊടുത്താൽ ഒരു ഫോം അയച്ചു തരും. ആ ഫോം നിങ്ങൾ പൂരിപ്പിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്ത് അതിൻ്റെ അടിയിൽ സൈൻ ചെയ്യണം. അത് ലൂസിഫറുമായിട്ടുള്ളൊരു ഒരു കവനൻ്റാണ്. ഇതിൻ്റെ യാതൊരു വിവരങ്ങളും ഞാൻ പുറത്തുവിടത്തില്ല, നിൻ്റെ പേര് പുറത്തറിയിക്കത്തില്ല എന്നും പറഞ്ഞത് സൈൻ ചെയ്തെങ്കിൽ മാത്രമേ 5 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് ഈ ഗെയിമിൻ്റെ മെമ്പർഷിപ്പ് തരത്തുള്ളൂ. ഗെയിം ചൊവ്വയെ കളിച്ചാൽ 1 വർഷം കൊണ്ട് 25 ലക്ഷം രൂപ ഉണ്ടാക്കാം. 5 അല്ല 25 ഉണ്ടാക്കാം. ചൊവ്വയെ കളിച്ചില്ലെങ്കിൽ നഷ്ടം പറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്കിളെ, ഞാനതിൻ്റെ ഇന്ത്യൻ ചാമ്പ്യനാണ്. അവൻ പറഞ്ഞ പദമാണ്. പക്ഷേ ഈ സൈൻ ലൂസിഫറുമായി കിടക്കുന്നിടത്തോളം കാലം എനിക്ക് ഒരു ഡീറ്റെയിലും തരാനൊക്കത്തില്ല. ഈ ആശയങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഞാനിത് പറയാൻ വേണ്ടി ദൈവം തീരുമാനിച്ചതുകൊണ്ട് ഇതുപോലുള്ള പുള്ളികളെ തമ്പുരാൻ കണക്ട് ചെയ്തതാണ്. ഈ ചെറുക്കനിൽ നിന്ന് ദുരാത്മാവിനെ പറഞ്ഞു വിടാൻ എന്നെ കൊണ്ട് ഒക്കാതെ വന്നാവുന്നത് പ്രാർത്ഥിച്ചിട്ട് ഇത് പോകുകയില്ല. അവസാനം ഇവൻ്റെ അപ്പനും അമ്മയും പണമുള്ളവരായതുകൊണ്ട് ഒരു വീട് ബാംഗ്ലൂരിൽ വാടകയ്ക്കെടുത്ത് മോനെ അവിടെ കൊണ്ട് 2 വർഷം താമസിപ്പിച്ചു. കണ്ടിന്യൂസായി ചർച്ചിൻ്റെ മീറ്റിങ്ങുകളിൽ 2 വർഷം പങ്കെടുത്തിട്ടാണ് ഇവനിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയത്. മനസ്സിലാകുന്നുണ്ടോ? ഈ സൈനുകളാണ് നിമ്രോദ് മേളി വെക്കാൻ തീരുമാനിച്ചത്. യഹോവയായ ദൈവം ഇറങ്ങി വന്നു വെച്ച് പറഞ്ഞു, ഇവൻ ഇത് നടക്കും. കാര്യം പൈശാചിക ശക്തികളെ
കാർമേഘമണ്ഡലത്തിൻ്റെ മുകളിൽ ചുറ്റിത്തിരിയുന്നതായ അയോഗ്യ ശക്തികളെ, പൈശാചിക ശക്തികളെ ആകർഷിച്ച് ഭൂമിയിൽ കൊണ്ടുവന്ന് ഭരണച്ചുമതല അവന് കൊടുക്കാനാണ്. ആകയാൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് നിമ്രോദിനെ ശപിച്ചു. അവൻ പണിതിരുന്ന ഗോപുരത്തെ നശിപ്പിച്ചു. തുടർന്ന പദം ശ്രദ്ധിച്ചോണം. ഭൂമിയെ പല കഷണങ്ങളായി തിരിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമി ഒറ്റ കഷണമാണ്, അതറിയാമോ? വെള്ളം ഭൂമിയും കൂടെ ഇങ്ങോട്ട് വന്നത്, ഭൂമി മുഴുവനും വെള്ളത്തിൽ പൊതിഞ്ഞതായിരുന്നു. വെള്ളം ഒരു ഭാഗത്ത് കൂടട്ടെ എന്ന് യഹോവ പറഞ്ഞു. ഒരു ഭാഗത്ത് വെള്ളം കൂടി അതിനെ സമുദ്രമെന്ന് പേരിട്ടു. ഒറ്റ സമുദ്രമേ ഉള്ള അന്ന്. തുടക്കത്തിൽ കര ഒറ്റക്കരയായിട്ടിരിക്കുകയാണ്, അതിനെ ഭൂമി എന്ന് പേരിട്ടു. ഒരു ഭൂമിയും ഒരു കടലുമേ ഉള്ളൂ. നിമ്രോദിൻ്റെ കാലം വരെ. എന്നാൽ നിമ്രോദിൻ്റെ കാലത്ത് ദൈവം ഭൂമിയെ അടിച്ചു പിരിച്ചു തൊഴിച്ചു വൃത്തികേടാക്കി. കോണ്ടിനെൻറ്റ്സ്, സബ് കോണ്ടിനെൻറ്റ്സ്, ഐലൻഡ്സ് മുതലായി പലതായി ഇതിനെ വേർതിരിച്ചു. എന്നിട്ട് വീണുപോയ ദൂതന്മാരുടെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇവർ കൊണ്ടുവന്നത്. അവരാശ്രയിക്കുന്ന ശരീരത്തണിയുന്ന ആഭരണങ്ങളൊക്കെ തന്നെയാണ്, അതിനകത്തുള്ള ചിഹ്നങ്ങളാണ്. ഇതെല്ലാം കൂടാണ് കൊണ്ടുവരുന്നത്. കർത്താവ് പറഞ്ഞു, നീ ഈ ദേശക്കാർ ഇന്ന ശക്തിയെ ആരാധിച്ചത്, നീ അവൻ്റെ ഭാഷ സംസാരിച്ചോ? വ്യത്യസ്ത ദൂതന്മാർ വ്യത്യസ്ത ഭാഷയാണ് സംസാരിക്കുന്നത്. 1 കൊരിന്ത്യർ 13 കിടപ്പുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ, വ്യത്യസ്ത ദൂതന്മാർ വ്യത്യസ്ത ഭാഷകളാണ് സംസാരിക്കുന്നത്. ഒരു ദേശത്തുനിന്ന് കൊണ്ടുവന്ന ശക്തികൾ, ആ ജനം അവൻ്റെ ഭാഷ സംസാരിച്ചു. ഭാഷ പിണക്കിയെന്ന് മാത്രമേ ബൈബിളിലുള്ളൂ, ഡീറ്റെയിൽ ഇല്ല. ഡീറ്റെയിൽ കിടക്കുന്നത് ഹാനോക്കിൻ്റെ പുസ്തകത്തിലാണ്. ഇങ്ങനെ ഭൂമിയെ അടിച്ചു പിരിച്ച് 1000 കഷണങ്ങളാക്കി. എന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോ, എനിക്ക് നിങ്ങളെ വേണ്ട. വരയ്ക്കേണ്ടവൻ വരച്ചോ, കിഴിക്കേണ്ടവൻ കിഴിച്ചോ, എന്ത് വേണം ചെയ്തു, എനിക്ക് നിങ്ങളെ വേണ്ട. പക്ഷേ ഏതെൻ്റെ മണ്ണിൽ വെച്ച് എനിക്കൊരു വാഗ്ദത്തമുണ്ട്, അത് തെളിയിക്കണം. അതെന്തുവാ? സ്ത്രീയുടെ സന്തതി. സ്ത്രീയുടെ സന്തതി വരണമെങ്കിൽ ഒരു വിശുദ്ധ തലമുറ വേണം. ഒരശുദ്ധനിൽ നിന്ന് ഒരു വിശുദ്ധ സന്തതി വരത്തില്ല. ദൈവദാസ, വിശുദ്ധമായ സഭയിൽ നിന്ന് മാത്രമേ ദൈവത്തിന് ഒരു കൂട്ടം വിശുദ്ധരെ വേർതിരിക്കാൻ പറ്റൂ, ഒരു കൂട്ടം അഭിഷക്തരെ വേർതിരിക്കാൻ പറ്റൂ. കൈവെപ്പിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഇമ്പാർട്ടേഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ എല്ലാവരുടെ മേലും പകരത്തില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ വീടിന് സമാധാനം പറ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ മേൽ വരും. അവിടെ ഒരു സമാധാനപുത്രൻ ഇല്ലെങ്കിൽ സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇന്ന് എന്നോടൊരു ഇമ്പാർട്ടേഷൻ ആവശ്യപ്പെട്ടു. ഞാൻ ഇന്ന് എല്ലാവരുടെ മേൽ കൈവെക്കും. എല്ലാവരുടെ മേലല്ല, എനിക്ക് ഒക്കുന്നവരുടെ മേൽ, എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച്. എന്നാൽ എല്ലാവരുടെ മേലും ഇമ്പാർട്ട് ചെയ്യത്തില്ല. ആരുടെ മേൽ വരുവാൻ നിങ്ങൾ ദൈവം മുമ്പിൽ യോഗ്യരോ, നിങ്ങളുടെ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണവുമായി യോജിക്കുന്നു, നിശ്ചയം 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 ഒരു വിഭാഗത്തിൻ്റെ മേൽ അത് വന്നിരിക്കും. അത് വന്നിരിക്കും. ഓക്കെ, ഞാൻ മുന്നോട്ട് വരാൻ പോകുകയാണ്. നിമ്രോദിൻ്റെ കാലം കഴിഞ്ഞു. ദൈവം ഭൂമിയെ അടിച്ചു പെശകി നശിപ്പിച്ചു, പലതായി കഷണങ്ങളാക്കി കൊടുത്തു. എന്നിട്ട് ദൈവം അബ്രാം എന്ന് പറയുന്ന ഒരാളിനെ വിളിച്ചു. അബ്രാം, അദ്ദേഹത്തിന് പിന്നെ പേര് മാറ്റിയാണ് അബ്രഹാം ആക്കിയത്. അദ്ദേഹത്തിന് മച്ചിയായ ഭാര്യയെയും കൂടെ വിളിച്ചു. മച്ചിയായ ഭാര്യയെയും കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. നീ നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ടിറങ്ങാൻ പറഞ്ഞു. അബ്രഹാം ചെയ്തോ? ഇല്ല. അബ്രഹാം ചേട്ടനെയും കൂടെ കൊണ്ടുവരുന്നു, അപ്പനെ കൂടെ കൊണ്ടുവന്നു. നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദേശവും വിടാൻ പറഞ്ഞ അബ്രഹാം കാലത്തിൻ്റെ പോക്കിൽ പറഞ്ഞു, മോൻ്റെ കല്യാണം ആലോചിച്ചപ്പോൾ എൻ്റെ സ്വദേശത്ത് പോയി കൊണ്ടുവരാൻ പറഞ്ഞു. പറഞ്ഞത് ഒരു വശത്തൂടെ അബ്രഹാമിനെ കൊണ്ട് പോലും കംപ്ലീറ്റ്ലി അനുസരിക്കാൻ പറ്റിയിട്ടില്ല. മറക്കരുത്, നമ്മളതിനേക്കാളൊക്കെ താഴെയാണ്. കഴിവിൻ്റെ പരമാവധി അനുസരിക്കാൻ ശ്രമിക്കുക. കഴിവിൻ്റെ പരമാവധി അല്ല, അനുസരിക്കണം. അബ്രഹാമിനെ കൊണ്ട് പോലും പറ്റിയിട്ടില്ല. ആ കാര്യം ഞാൻ ഓർക്കുക, അല്ലെ ഓർപ്പിക്കുക. ഞാൻ ഇച്ചിരൂടെ മുന്നോട്ട് വരട്ടെ. അബ്രഹാമിനെ ദൈവം വിളിച്ചു പറഞ്ഞു, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം ഞാൻ നിനക്ക് തരികയാണ്. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അല്പം സംഖ്യ തെറ്റിയാൽ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഓർമ്മയിൽ 22,000 ശിഷ്ടം 22,145 സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ഈ ഫ്രാത്ത് മുതൽ മഹാനദി വരെ. അതാണ് അബ്രഹാമിന് കൊടുത്ത സ്ഥലം. 22,145 എന്ന എൻ്റെ ഒരു ഓർമ്മ. ഒരു 5-6 അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ ക്ഷമിക്കണം. സ്ക്വയർ കിലോമീറ്ററാണ് അബ്രഹാമിന് കൊടുത്തത്. ആകെ ഭൂമിയുടെ വലിപ്പം അറിയാമോ? 51 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ചെല്ലുവാനുണ്ട് ആകെ ഭൂമി.
എന്ന് പറഞ്ഞാൽ ആകെ ഭൂമിയുടെ 25 ലക്ഷത്തിൽ 1 അബ്രഹാമിന് തരാമെന്ന്. അബ്രഹാമിനോട് പറഞ്ഞതാ, മോനെ നിനക്ക് ഭൂമി മുഴുവൻ കൂടെ തൽക്കാലം തരുന്നില്ല, ആകെ ഭൂമിയുടെ 25 ലക്ഷത്തിൽ 1 ഞാൻ നിനക്ക് തരിക, പക്ഷെ നീ എൻ്റെ പ്രമാണം സൂക്ഷിച്ചോണം. നിനക്ക് സകലതിനും പ്രമാണമുണ്ട്. മറ്റവരെ ഞാൻ വിടുക, എനിക്കവരെ വേണ്ട, ഞാൻ അവരെ തള്ളുക. ഞാൻ പറഞ്ഞില്ല, അവരിൽ വരയ്ക്കേണ്ടവർ വരയ്ക്കട്ടെ, കിഴിക്കേണ്ടവൻ കിഴിക്കട്ടെ, അവർ എന്നാ വേണേ കൊണ്ട് കാണിക്കട്ടെ, എനിക്കവരെ വേണ്ട, എനിക്ക് ജാതികളുമായി ബന്ധമില്ല. അന്ന് മുതൽ അവരെ ജാതികൾ എന്ന് വിളിച്ചു. അവരെ വീണുപോയ ദൂതന്മാർക്ക് വിറ്റ് കളഞ്ഞു, അവരുടെ ഇഷ്ടത്തിന് പൊക്കോളാൻ അനുവദിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിങ്കിൽ നിന്ന് സമൂഹകാലങ്ങൾ വരും, ദൈവം ജനത്തെ വീണ്ടെടുക്കുന്ന ഒരു കാലഘട്ടം വരും, അതുവരെ പൊക്കോ, എനിക്ക് വേണ്ട. ആ കാലഘട്ടത്ത് ഞാൻ ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും. ഞാനൊരു കുറച്ചും കൂടെ ഗൗരവമായിട്ട് ഇറങ്ങാൻ പോവാം. ചിലതിനെ ദൈവം ഇവിടുത്തെ ചില ലോക്കൽ ശക്തികളുടെ മേൽ അധികാരം ഏൽപ്പിക്കും. എല്ലാവർക്കും എല്ലാത്തിൻ്റെ മേലും അധികാരം കിട്ടത്തില്ല. ചിലതിൻ്റെ മേൽ ചിലർക്ക് അധികാരം കിട്ടും. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഒരിക്കൽ ആസ്മ ഒരു ഭയങ്കര രോഗമായിരുന്നു. 1983 ആദ്യം ഞാനിവിടെ പോയി സഭയുടെ ചുമതല നോക്കുന്നത്. അന്ന് 94% ആളുകൾ, ഔദ്യോഗിക റിപ്പോർട്ടും പ്രകാരം 94% ആളുകൾ ആസ്മ രോഗത്തിൻ്റെ കീഴിലായിരുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം, ആകെ ബാംഗ്ലൂരിലുള്ളവരുടെ 94% ആളുകൾക്ക് ആസ്മ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ, എൻ്റെ ഭാര്യയ്ക്കും മോനും ഉൾപ്പെടെ 94% ആസ്മ രോഗികളായിരുന്നു. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ആസ്മ രോഗത്തിൻ്റെ മേലൊരു അധികാരം ചോദിക്കാൻ പറഞ്ഞു. ചിലരുടെ ദൈവം പറയട്ടെ, ആസ്മ രോഗത്തിൻ്റെ മേൽ ഒരധികാരം ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആസ്മ രോഗത്തിൻ്റെ മേൽ ഒരധികാരം ചോദിച്ചു. ഏതാണ്ട് 2 വർഷം കൊണ്ട് ദൈവം അധികാരം എന്നെ ഏൽപ്പിച്ചു. എൻ്റെ ഭാര്യയ്ക്കും മകനും സുഖമായി. മാത്രമല്ല, എൻ്റെ ചർച്ചിനകത്ത് വരുന്ന എല്ലാവരുടെയും ആസ്മ രോഗം മാറാൻ തുടങ്ങി. ഇന്ന് കംപ്ലീറ്റ് ബാംഗ്ലൂരിൽ ഔദ്യോഗിക രേഖയിൻ പ്രകാരം ഇന്ന് കംപ്ലീറ്റ് ബാംഗ്ലൂരിൽ 10% ആളുകൾക്ക് ആസ്മയുള്ളൂ. ആസ്മ അങ്ങ് പോയി. അതിൻ്റെ മേലൊരു അധികാരം തന്നതാണ്. വേറൊരു സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ ഡെങ്കു രോഗത്തിൻ്റെ മേൽ ഒരധികാരം ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങളൊരധികാരം ചോദിച്ചു, ദൈവം ഒരധികാരം തന്നു. അത് കഴിഞ്ഞിട്ടുണ്ട് 25 വർഷത്തിൽ കൂടുതലായി. അത് പിന്നെ ഇന്നു വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഒറ്റ ഡെങ്കു രോഗം മരിച്ചിട്ടില്ല. ആവർത്തിച്ച് പറയാം, ഞാനിത് ഗൗരവമായി പറയുക. ചിലതിൻ്റെ മേൽ അധികാരം വേണം. ഇമ്പാർട്ടേഷൻ എല്ലാത്തിനും കൂടെ ഒരുമിച്ചല്ല. എല്ലാത്തിൻ്റെ മേലും അധികാരം നടത്താൻ ആഗ്രഹിച്ചെങ്കിലും ആദമിൻ്റെ കയ്യിലോട്ട് കൊടുത്തത് ഒരു തോട്ടമാണ്. അതിനകത്ത് വിശ്വസ്തത കാണിക്കുക. ഇന്ന് പകൽ ദൈവം ഏൽപ്പിക്കുന്ന ചിലതിൻ്റെ മേൽ വിശ്വസ്തത കാണിക്കാൻ തയ്യാറായാൽ, ചില ശക്തികളോട് കീഴടങ്ങാൻ പറഞ്ഞാൽ കീഴടങ്ങും, ചിലതിനോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും. അങ്ങനെ ദൈവം ഒരു കൃപ തരും. ഇനിയും ഞാൻ ഒന്നും കൂടെ അടുത്ത് വരിക. അത് ആ ഭാഗം പറഞ്ഞങ്ങ് വിടുന്നേ ഉള്ളൂ, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയല്ല. ദൈവം ഈ ജാതികളെ എല്ലാം കൂടെ തല്ലിച്ചതറിച്ചു. കാര്യം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ബ്രിട്ടീഷുകാർ തുടങ്ങിയതല്ല, കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. ഇന്ന് എല്ലാ ഓർഗനൈസേഷനും ഡിവൈഡ് ആൻഡ് റൂളിലാണ് നിൽക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോയാൽ ആർക്കും നമ്മളെ ജയിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മളെ തമ്മിൽ തല്ലിപ്പിരിപ്പിക്കും. ഇത് ദൈവം തുടങ്ങിയതാ. ഈ ശക്തികളെ ദൈവം പിരിച്ചു വിട്ടേച്ച് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണണ്ട. ഭാഷ പിണക്കി എല്ലാത്തിനും വിട്ടു. ഈ ഭാഷ പിണക്കുന്നതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. നമ്മളെല്ലാം മലയാളമാണ് പറയുന്നത്, എല്ലാവരും മലയാളമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ ഞാൻ പറയുന്നത് ഇവർക്ക് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. പക്ഷേ കാസർഗോഡ് പോയെന്നിരിക്കട്ടെ, നമ്മൾ കാഞ്ഞങ്ങാടോട്ട് പോവുക. കാഞ്ഞങ്ങാട് നിന്ന് ആദ്യം വന്ന് ഒരു പുള്ളിക്കാരൻ പറയുന്ന ഭാഷ കേട്ട് ഞാൻ ആകെപ്പാടെ പല പ്രാവശ്യം ആലോചിച്ചത് ഏത് ഭാഷയും പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ വെച്ച് ഇവൻ എന്നോട് പറഞ്ഞതാണ്, ഏൻ കീഞ്ഞു പാഞ്ഞോട്ടി എന്ന് പറഞ്ഞു. ഏൻ കീഞ്ഞു പാഞ്ഞോട്ടി എന്ന് പറഞ്ഞ് എന്നതാ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ തിരുവല്ലക്കാരനാണ്. ഇവൻ്റെ കാഞ്ഞങ്ങാടും ഭാഷ ഇവൻ പറയുന്നത് രണ്ടും മലയാളമാണെന്ന വെപ്പ്. കുറച്ച് മലബാറിൻ്റെ വടക്ക് ഭാഗത്തോട്ട് പോയാൽ കുറച്ചു എന്ന് പറയുന്നതിന് പകരം കിഴിച്ചു എന്നാണ് അവർ പറയുന്നത്. കേട്ടിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന. കുറച്ചു, 10ൽ നിന്ന് 5 കുറച്ചു, അല്ലെങ്കിൽ 10ൽ നിന്ന് 2 കുറച്ചു. അതിനവർ പറയുന്നത് 10ൽ നിന്ന് 2 കിഴിച്ചു എന്നാണ്. അപ്പം ഇവൻ പറഞ്ഞത് ഏൻ കീഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞാനിഞ്ഞു കുറഞ്ഞു എന്ന്, സമൂഹത്തിൽ നിന്ന് ഞാനിഞ്ഞു മാറി. ഏൻ കീഞ്ഞു. അടുത്തത് പാഞ്ഞ് ഓടി. ഇതാണ് ഇവൻ പറഞ്ഞത്, ഏൻ കീഞ്ഞു പാഞ്ഞൂട്ടി. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനങ്ങ് വടക്കേ അറ്റത്തോട്ട് പോയി നിൽക്കുക. അവിടുന്ന് ഒരു വട വാങ്ങിച്ചു തിന്നു, ഒരു കപ്പ് ചായയും കുടിച്ചു, ആളുകളോട് സംസാരിക്കാൻ ശ്രമിച്ചു, ഭാഷ കേട്ടു. ഒരു 2 മണിക്കൂർ കാർ ഓടിച്ച് ഞാനിങ്ങനെ കണ്ണൂർ വന്ന് അവിടുന്ന് ഒരു ചായ കുടിച്ചപ്പോൾ ടേസ്റ്റ് വേറെയാണ്. കാഞ്ഞങ്ങാട്ടെ ടേസ്റ്റ് അല്ല, ഭാഷ വേറെയാണ്.
അടുത്ത 2 മണിക്കൂർ ഓടിച്ചു. കോഴിക്കോട് വന്നു. ഭാഷ വേറെ, ടേസ്റ്റ് വേറെ. ഇവിടോട്ട് എത്തുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറി. ഞങ്ങളുടെ നാട്ടിലെ പോലെ ഇവിടെ. ഇതെന്തോ പറ്റിയത്? വ്യത്യസ്ത ഏരിയകളിൽ വസിക്കുന്ന, അധികാരം നടത്തുന്ന വ്യത്യസ്ത ദൂതന്മാർ, വ്യത്യസ്ത ശക്തികൾ അവരുടെ സംസ്കാരത്തിൽ ജനത്തെ കൊണ്ടുപോകും. പിടികിട്ടുന്നുണ്ടോ? അത് ഭാഷ, അത് ടേസ്റ്റ്, വസ്ത്രധാരണം, എല്ലാം. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ പറയുന്ന പോലെ നീ നടക്ക്, ബാക്കി എല്ലാവരും തോന്നിയ പോലെ പോട്ടെ, ബാക്കി എല്ലാവരും തോന്നിയ പോലെ പോട്ടെ, എനിക്കവരെ വേണ്ട, ഞാനവരെ ഒന്നിച്ച് നിർത്തത്തില്ല, ഞാനവരെ അടിച്ച് ഭിന്നിപ്പിച്ച് പലതാക്കി വെച്ചിരിക്കുക. എന്നാൽ അന്ത്യകാലമാകുമ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടാൻ ദൈവം അവസരം കൊടുക്കും. ഭൂമിയിലുള്ള സകല വംശങ്ങളും ഒരുമിച്ച് ചേരും. അവരൊരുമിച്ച് ചേർന്ന് ഒരൊറ്റ ഗവൺമെൻറ് ഉണ്ടാക്കും. അതിനെയാണ് ഏകലോക ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. അതോടുകൂടെ വീണുപോയ ദൂതന്മാരുണ്ടല്ലോ, അവരോട് നിയന്ത്രിച്ചു വാ, ഇന്നെല്ലാത്തിനും ഞാൻ മാറ്റി വിട്ടിരിക്കുക. ആ ശക്തി ഇവർക്ക് കൂടെ. എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവർ വലിയ അധികാരമുള്ള ഗവൺമെൻറ് ആയിരിക്കും. പക്ഷേ സ്വന്തം അധികാരമല്ല, വേറൊരുത്തൻ കൊടുക്കുന്ന അധികാരമാണ്. ആകാശത്ത് 7 തലയും 10 കൊമ്പുമുള്ളതായ തീ നിറമുള്ള ഒരു മഹാസർപ്പവും, ഭൂമിയിൽ ചുവന്ന നിറമുള്ളവളും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. ചുവന്ന നിറമുള്ളവളും 7 തലയും 10 കൊമ്പുമുള്ളതുമായ ഒരു മൃഗത്തെ കാണാം. ആ മുകളിലിരിക്കുന്ന ശക്തിയിൽ നിന്ന് താഴെയിരിക്കുന്ന വ്യക്തിയിലേക്ക് അധികാരം പകരും. എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെതറിച്ച് കളഞ്ഞ സകലവും കൂടെ ഒരുമിച്ച് കൂടിക്കോളാൻ പറയും. അതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നതിനാണ് എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്നത്. യേശു ഇറങ്ങി അബ്രഹാമിൻ്റെ സന്തതിയെ കൂട്ടി അവരോട് യുദ്ധം ചെയ്യും. പിടികിട്ടുന്നുണ്ടോ? അബ്രഹാമിൻ്റെ സന്തതിയെ കൂട്ടി അവരോട് യുദ്ധം ചെയ്യും. അവനെ ജയിക്കും. അവനെ ജയിച്ചിട്ട് സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കും. ഈ മണ്ണിൽ അബ്രഹാമിന് ദൈവം കൊടുത്ത 22,000 സ്ക്വയർ കിലോമീറ്ററിൻ്റെ അകത്ത് വെച്ച് മുഴു ലോകത്തെ ഭരിക്കുവാൻ യേശു ഇറങ്ങി വരും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ അങ്ങോട്ട് നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് കണ്ടാൽ നല്ലതാണ്. ഈ സഹസ്രാബ്ദ യുഗത്തിൽ നമ്മളിരുന്നാൽ നല്ലതാണ്. ഇവിടെ ഞാൻ തിരിച്ചു വരട്ടെ. എൻ്റെയും നിങ്ങളുടെയും മേൽ ദൈവം തന്നിരിക്കുന്ന ചില അധികാരങ്ങളുണ്ട്. എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ മേൽ എന്തൊക്കെ അധികാരം. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഹൃദയങ്ങളോട് ദൈവം ഇടപെടും. നിൻ്റെ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നത് ഇതാ, അല്ലെ നിനക്കാവശ്യമുള്ളത് ഇതാ. ദൈവം ചിലതിനെ ഏൽപ്പിക്കും. സ്നാനത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തുന്നതിന് മേൽ അധികാരം ഒരു സഭാപാസ്റ്റർക്ക് ആവശ്യമാണ്, എനിക്കാവശ്യമാണ്. ഇതിനകത്തിരിക്കുന്ന പലരും ആത്മശുശ്രൂഷയിൽ ഇറങ്ങി നിൽക്കുന്നവരുണ്ട്. നിങ്ങളുടെ ആവശ്യമാണ് സ്നാനപ്പെടാതെ വണ്ണം ജനത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു ശക്തിയെ ശാസിച്ചകറ്റുന്നത്. ചില രോഗങ്ങളെ ശാസിക്കുന്നത് ചിലരുടെ മേലുള്ള ഒരു അധികാരമാണ്. ചില തകരാറുള്ള കുടുംബങ്ങളെ നേരെയാക്കുവാൻ, കുടുംബങ്ങളിൽ കലഹമിടുന്ന ശക്തികളെ ശാസിക്കുന്നത് വേറെ ചിലർക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ മേൽ ഒരു പ്രത്യേക അധികാരമെടുക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ ഒരു ഭാഗത്തോട്ട് വരികയാണ്. എനിക്ക് തന്ന സമയം ഏറെക്കുറെയായി. ഞാനൊരു അരമണിക്കൂറുടെ മുന്നോട്ട് എടുത്തോട്ടെ? ഓക്കെ, പാസ്റ്റർ സമ്മതിച്ചു. അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു 70 പേരെ പറഞ്ഞയച്ചു. ഞാൻ ആ ഭാഗം ഒന്ന് തൊടാൻ പോവാം. ഞാൻ ബൈബിൾ വായിക്കുന്നതിനകത്ത് എളുപ്പമുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തത്. പക്ഷേ ഇച്ചിരി ചൂടുള്ളത് തരണേ. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള 2-3 വാക്യങ്ങൾ ഞാൻ തൊടുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ടൊന്ന് പൊക്കോട്ടെ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പോയി ചുറ്റുമുള്ള ഊരുകളിൽ മുഴുവനും നടന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. അവരുടെ കൈകൊണ്ട് അതിഭയങ്കര അത്ഭുതങ്ങൾ നടന്നു, അതിഭയങ്കര വീര്യപ്രവർത്തികൾ നടന്നു. ഹേരോദ രാജാവ് കേട്ടു. രാജാവ് നടുങ്ങി. രാജാവ് പറഞ്ഞു, ഇത് യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ്, വേറൊന്നുമല്ല. കാര്യം ശിഷ്യന്മാരുടെ കൈകൊണ്ട് നടന്ന അത്ഭുതത്തിൽ ഹേരോദാവ് നടുങ്ങി. ഹേരോദ്യർ നടുങ്ങി. രാഷ്ട്രീയക്കാർ മൊത്തം പെശകി. ഇതെന്തുവായി തീരും എന്നവർ അന്യോന്യം ചോദിക്കാൻ തുടങ്ങി. നാട്ടുകാരെ ഇളകി. നാട്ടുകാർ ഒരുമിച്ച് യേശുവിനെ കാണാൻ വന്ന വരവാണ് 5000 കുടുംബങ്ങൾ ഒരുമിച്ച് വന്നത്. മനസ്സിലാകുന്നുണ്ടോ? 12 ശിഷ്യന്മാരാണ് പോയി വർക്ക് ചെയ്തത്. ഈ 12 ശിഷ്യന്മാർ യേശുവിൻ്റെ നാമം ഉയർത്തിയതോടുകൂടെ ഒരുപാട് ശക്തികൾ കീഴടങ്ങി. ഞാൻ പറയാം, നിങ്ങൾ ദേശത്തൂടെ ഇറങ്ങി നടക്കുമ്പോൾ അനേക ശക്തികൾ കീഴടങ്ങും.
എനിക്കറിയാം, എൻ്റെ അനുഭവത്തിൽ അതുണ്ട്, എൻ്റെ സഹോദരന്മാരുടെ അനുഭവത്തിൽ അതുണ്ട്. നിങ്ങൾ നാളെ ഈ ദേശത്തൂടെ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ പല ശക്തികൾ കീഴടങ്ങുമാറ് ഒരധികാരം നിങ്ങളെ വ്യാപരിക്കണം. ഒരധികാരം നിങ്ങളെ വ്യാപരിക്കണം. ഒന്ന് ശ്രദ്ധിച്ചോ, എനിക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, ഒരു പ്രവാചകനൊക്കെ ആയിരുന്നു. പാസ്റ്റർ വി എ തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ ബാംഗ്ലൂരിന് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. സാർ എൻ്റെ കൂടെ വന്നു ഒരു ആദ്യത്തെ കൺവെൻഷന് പ്രസംഗിക്കുക. ആ കൺവെൻഷൻ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ വഴക്കുണ്ടാക്കാൻ വന്നു. അവർ വരും എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുത്തെ പോലീസ് കമ്മീഷണറോട് ഒന്ന് റിക്വസ്റ്റ് കൊടുത്തു, സാറേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, വരണം. അങ്ങനെ പെന്തക്കോസുകാരനായിരുന്നു, അതുകൊണ്ട് ഒത്തു. അന്നത്തെ കമ്മീഷണർ പെന്തക്കോസുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, സാർ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങ് വരാം. അദ്ദേഹം അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സാറ് തന്നെ സ്റ്റേജിൽ വന്നു. എൻ്റെ കൂടെ നിന്ന പ്രവാചകൻ, ഞങ്ങളെല്ലാം കൂടെ കസേര പെറുക്കി ഇടുന്നു, കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഈ പോലീസ് ഓഫീസേഴ്സ് വന്ന സമയത്തിന്, ബ്രദർ എനിക്കിത് വേണ്ട, ചായ ഉണ്ടെങ്കിൽ മതി. പോലീസ് ഓഫീസേഴ്സ് എല്ലാം കൂടെ വന്ന പരുവത്തിന് എൻ്റെ പ്രവാചകനെ കണ്ടില്ല. ഇയാൾ ഇതിലെ പോയി ആർക്കും ഒരു പിടിയില്ല. മീറ്റിംഗ് തീരുന്നത് വരെ അന്വേഷിച്ച് ആരുമില്ല. മീറ്റിംഗ് തീർന്ന് എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്നു. എൻ്റെ ഓർമ്മയിൽ ദാനിയേൽ എന്നാ പേര്, ഇവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പിന്നെ കണ്ടിട്ടുമില്ല. ദാനിയേൽ തിരിച്ചു വന്നു. ചോദിച്ചു, ബ്രദറെ എവിടെ പോയിരിക്കുകയായിരുന്നു? എൻ്റെ പാസ്റ്ററെ, ബ്രദറെ അന്ന് എന്നെ വിളിക്കുന്ന പാസ്റ്ററല്ല, എൻ്റെ ബ്രദറെ, ആ ഉല്ലാസ് എന്ന് പറയുന്ന ഇൻസ്പെക്ടറെ കണ്ടോ? അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഉല്ലാസിനെ കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. അവൻ്റെ ഒരു ഇടിക്ക് 150 കിലോ വെയിറ്റാണ്. ഞാൻ പറഞ്ഞു, നിനക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, എന്നെ ഇടിക്കാത്ത പോലീസ് ഓഫീസർ ബാംഗ്ലൂരിലില്ല. ഞാൻ 17 കൊലക്കേസിലെ പ്രതിയാണ്. ഇപ്പം പ്രവചിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഞാൻ 17 കൊലക്കേസിലെ പ്രതിയാണ്. എന്നെ ഇടിക്കാത്ത ഒറ്റ പോലീസ് ഓഫീസർ ബാംഗ്ലൂരിലില്ല. ഉല്ലാസ് അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു, ഇപ്പോൾ അവൻ അസിസ്റ്റന്റ് കമ്മീഷണറായി. അസിസ്റ്റന്റ് കമ്മീഷണറായി. അവൻ്റെ ഒരു ഇടിയുടെ വെയിറ്റ് പേടിച്ച് ഞാൻ ഓടിയതാണ്. എന്നെ കണ്ടാൽ ഇപ്പോഴും അവന്മാർ ഇടിക്കും. കാര്യം ഇതുവരെയും കേസൊന്നും തെളിയിച്ചിട്ടില്ല. എല്ലാം പൊളിറ്റിക്കൽ മർഡർ ആയിരുന്നത് കൊണ്ട് മന്ത്രിമാരും ഒക്കെ നിന്ന് അങ്ങനെ പറഞ്ഞു വിട്ടതാ. ഞാനതാ, ഈ ഇടിക്കുന്നവനെ കണ്ടാൽ ഇടിക്ക് അർഹതയുള്ളവന് പേടിയാണ്. എനിക്ക് ഉല്ലാസിനെ കണ്ടിട്ട് യാതൊരു പേടിയുമില്ല. കാര്യം അങ്ങേരുടെ പണി നോക്കുന്നു, ഞാൻ എൻ്റെ പണി നോക്കുന്നു, അതിക്ക് അവനൊന്നുമില്ല. നിങ്ങളിൽ ചിലരെ കാണുമ്പോൾ ചില ശക്തികൾ ഭയപ്പെടും. ദേശത്തിൻ്റെ പേര് അധികാരമുള്ളവരെ കാണുമ്പോൾ, അധികാരം തരണമെങ്കിൽ ദൈവം വേണം അധികാരപ്പെടുത്താൻ, വേറൊരാളിനെ കൊണ്ടൊക്കത്തില്ല. ഈ രാത്രിയിൽ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ചിലരെ കർത്താവ് ശക്തീകരിക്കണം. ഈ 12 ശിഷ്യന്മാർ ചുറ്റുവട്ടങ്ങളിൽ ഇറങ്ങി അവരുടെ കൈകൾ കൊണ്ട് ഭൂതങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി. അവരുടെ കൈകൾ കൊണ്ട് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ജനം വെരുണ്ടു, ഹേരോദാവ് ഭയന്നു. ഈ ശിഷ്യന്മാരുടെ ഇടയിൽ അടുത്ത പടി ഒരു ചെറിയ പെശക ആരംഭിച്ചു. ലൂക്കോസ് 9-ാം അധ്യായത്തിൽ കിടപ്പുണ്ട് അവരുടെ ചരിത്രം. ഇവരുടെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നം ആരംഭിച്ചു. ഒന്നാമത്തേത്, ഞങ്ങൾക്ക് എന്നാ കിട്ടും? ഇവിടെ ഒരു വശത്ത് ശുശ്രൂഷ ഗംഭീരമായി നടക്കുകയാണ്. രാജാവ് വരെ പേടിച്ചു. ആ നേരത്താണ് അപ്പോസ്തലന്മാരുടെ ഒരു ചോദ്യം, ഞങ്ങൾക്ക് എന്നാ കിട്ടും? പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ കേവലം എതിർപ്പ് മാത്രമല്ല, ഇങ്ങനെയുള്ള ശക്തികളും കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് എന്നാ കിട്ടും? വേറൊരുത്തൻ ചോദിച്ചു, ഞങ്ങളിൽ പ്രമാണി ആരാ? സെക്രട്ടറി ആരാണ്? ട്രഷറർ ആരാണ്? പാസ്റ്റർ ആരാണ്? അസിസ്റ്റന്റ് പാസ്റ്റർ ആരാ? ഞങ്ങൾക്ക് എന്നാ കിട്ടും? ഞങ്ങളിൽ വലിയവൻ ആരാ? ഇവർ തമ്മിൽ ഇത് തർക്കം തുടങ്ങിയതോടെ കർത്താവ് പറഞ്ഞു, പിള്ളേരെ നിർത്ത്, തൽക്കാലം നിങ്ങളെ വേലയ്ക്ക് കൊള്ളുകയില്ല, നിങ്ങളെ പിരിച്ചുവിടുകയല്ല, പക്ഷെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് വരെ നിങ്ങൾ ശരിയാകുകയില്ല, അവിടെ ഇരി. ഞങ്ങൾക്ക് എന്നെ കിട്ടുമെന്ന് ചോദിക്കുന്ന പത്രോസിൻ്റെ മുമ്പിലോട്ട് ഉള്ളതെല്ലാം വിറ്റ് അദ്ദേഹത്തിൻ്റെ കാൽക്കലോട്ട് സഭ കൊണ്ടുവെക്കുമ്പോൾ ഇവൻ കൈയിട്ട് വരുമെന്ന് ഉറപ്പാണ്. അതിനു മുമ്പേ ഇവന് അഭിഷേകം നടത്താനുണ്ട്. അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കുന്നവരെ നിങ്ങളൊന്ന് നിൽക്കുക, നിങ്ങളെ തൽക്കാലം വേണ്ട. ഇത് പറഞ്ഞേച്ച് അവരെ പിരിച്ചുവിട്ടതല്ല. പക്ഷെ ഒന്ന് പോസ് ചെയ്തു. നമ്മിൽ പലരെയും പോസ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ട് കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇന്ന് കൈകാര്യം ചെയ്യാത്തവരുണ്ടോ? പണ്ട് പ്രാർത്ഥനയിൽ ഭയങ്കര പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ അനുഭവിച്ചവർ ഇന്നതില്ലാത്തവരുണ്ടോ? തമ്പുരാൻ ആരെങ്കിലും പോസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റീഗെയിൻ ചെയ്യണം. നിൽക്കട്ടെ.
ആ കൂട്ടത്തിലാണ് കർത്താവ് ഒരു 70 പേരെ വിളിച്ചു. വേറെ 70 പേർ, വേറെ 70 പേർ. ഈ 12 നിങ്ങളിവിടെ നില്ല, നിങ്ങളെ കൊണ്ട് തൽക്കാലം വേല നടക്കത്തില്ല. അതുകൊണ്ട് തൽക്കാലം വേല നടക്കാതെ എനിക്കിത് വ്യാപിടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളിവിടെ നില്ല്, ഞാനൊരു 70 പേരെ വേറെ വിളിക്കുക. ആ 70 പേരെ വിളിച്ചു. താൻ ചെല്ലുവാനുള്ള ഗ്രാമങ്ങളിൽ തനിക്ക് മുന്നമേ ചെല്ലുവാൻ അവരെ നിയമിച്ചു. ഇന്ന് പകൽ ദൈവം ചിലതിനെ നിയമിക്കട്ടെ. ഈ രാത്രിയിൽ ഞാൻ ഈ പറയുന്നത് തികഞ്ഞ ആത്മ സാന്നിധ്യത്തിലാണ്. ചിലരെ കർത്താവ് നിയമിക്കും. താൻ ചെല്ലുവാനുള്ളിടത്ത് തനിക്ക് മുന്നമേ ചെല്ലുവാൻ ദൈവം ചിലതിനെ നിയമിച്ചു. ഈ 70 പേർ ഇറങ്ങി വന്നു. ഈ 70 പേർക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇവർ 70 അവരുടെ നിസാരത്വം നിങ്ങൾക്കറിയാമോ? വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഗൗരവമായൊരു ചുമതല ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ പോലും പുതിയ നിയമത്തിൽ പോലും ഈ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയുടെ അപ്പൻ്റെയും അമ്മയുടെയും കുടുംബചരിത്രം പറയാതെ പറയത്തില്ല. ഇന്നാരുടെ മകൻ ഇന്നാരുടെ മകൻ ഇന്നാര്, അല്ലെങ്കിൽ ഇന്നാരുടെ മകൾ ഇന്നാര്, ഇങ്ങനെ എടുത്തു പറയും. ഈ 70 പേർക്ക് ഒരു റെഫറൻസും ഇല്ല. ഈ 70 പേർക്ക് ഒരു റെഫറൻസും ഇല്ല. റെഫറൻസ് ഇല്ലാതെ കർത്താവ് പറഞ്ഞൊരിടമുണ്ട്. മെനക്കെട്ട് നടക്കുന്ന കുറേ പേരെ കണ്ട് മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ അയച്ചു. അത് ശരിയാണ്. 1 മണി നേരം തയ്ച്ചവനും 11 മണി നേരം തയ്ച്ചവനും ഒരുപോലെ പ്രയോജനപ്പെട്ടു. ഓരോ വെള്ളിക്കാശ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാരെ എങ്ങനെ അയക്കുമോ? ഇല്ല ഇല്ല ഇല്ല. അത് 1 രൂപയുടെ കൂലിപ്പണിക്കാരനെ അയച്ചേ. 1 രൂപയുടെ കൂലിപ്പണിക്കാരനെയാണ് അങ്ങനെ അയച്ചത്. പ്രധാനപ്പെട്ട ആരെയും അയച്ചിട്ടില്ല. ദൈവം പ്രധാനപ്പെട്ടവരെ ഒക്കെ എടുക്കുമ്പോൾ അവരുടെ കുലവും മറ്റും നോക്കാറുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. പലരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മായ്ച്ചു കളയേണ്ടത് തമ്പുരാൻ മായ്ച്ചു, എഴുതി ചേർക്കേണ്ടത് എഴുതി ചേർത്തു, പുത്തൻ അധികാരങ്ങൾ പകർന്നു. അങ്ങനെയാണ് നമ്മി പലരെയും അയച്ചത്. അതുകൊണ്ട് ഈ 70 പേർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടുമില്ല. അവരോട് പറഞ്ഞു നിങ്ങളും വാൻ പറഞ്ഞു, പോയി പ്രവർത്തിക്കാൻ പറഞ്ഞു. ഇവർ തിരിച്ചു വന്നു. വൈകുന്നേരത്തെ തിരിച്ചു വന്ന് വെച്ച് പറഞ്ഞു, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ശ്രദ്ധിച്ച് കേട്ടോണേ, ഇന്നത്തെ എൻ്റെ പ്രധാന വിഷയത്തിലോട്ട് കയറുക. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. യേശു കേട്ട് സന്തോഷിച്ചേച്ചു പറഞ്ഞു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തൊന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പണ്ട് ലൂസിഫറിനെ വെട്ടിയിട്ട കാലം മുതൽ തുടങ്ങിയ പണിയായത്. ചിലരുടെ മുൻപിൽ ചിലതിനെ വെട്ടിക്കളയ, ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ മുമ്പിൽ വെട്ടിക്കളയുന്ന ചിലതിനെ സ്വർഗത്തിലെ ദൈവം അയച്ചെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെട്ടിക്കളയുന്ന ചിലതിനെ ദൈവം അയക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നോർത്ത് ഈസ്റ്റിൽ, കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ നോർത്ത് ഈസ്റ്റിലായിരുന്നു. ഞാൻ കർത്താവിൻദാസനോട് പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടു. ഷാരറ്റിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അദ്ദേഹത്തിന് 17 സഭകളുണ്ട്. ഇവിടെ വലിയ കഴകം പിടിക്കാത്ത ഒരു കൊച്ചു ചർച്ചിനകത്ത് ഇങ്ങനെ ഉഴപടിഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടതാണ്. ഒരധികാരവുമായിട്ടാണ് അദ്ദേഹം നോർത്ത് ഈസ്റ്റിന് പോയത്. ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് 17 സഭകളുണ്ട്. ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിലാണ് പോയിച്ചു വന്നത്. ഒരു ചർച്ചിൽ ആവറേജ് 1000 മെമ്പേഴ്സുണ്ട്. ഞാൻ പോയ ഒരു ചർച്ചിൽ 1000 കൊണ്ട് തീരുന്നില്ല. സ്ഥലം മുഴുവൻ ഫ്രീ ആയിട്ട് ആളുകൾ കൊടുത്തതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ മനുഷ്യൻ അവിടെ ചെന്ന് ജീവിക്കാൻ മറ്റു മാർഗമില്ലാഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒരു ലൗണ്ടറി ഷോപ്പ് തുടങ്ങി. അലക്ക് കട, തുണി കഴുകുന്ന പണി ആരംഭിച്ചു. അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചു. ഇന്ന് ശരാശരി 1000 പേരുള്ള 17 സഭകളായി അദ്ദേഹത്തിൻ്റെ സഭ വളർന്നു. ഒരു ഫിലിപ്പോസിനെ എനിക്കറിയാം, കർത്താവിൻ്റെ ദാസനെ അറിയാം, പാസ്റ്റർ ഫിലിപ്പോസ്. ഞാൻ 25 വർഷം മുമ്പ് ഇവിടെ പോയിരുന്നു. അന്ന് ഫിലിപ്പോസ് പാസ്റ്ററെ കണ്ടതാണ്. 40 മെമ്പേഴ്സ് 50 മെമ്പേഴ്സ് മാത്രമേ അദ്ദേഹത്തിൻ്റെ ചർച്ചിലുള്ളൂ. ഒരു കൊച്ചു റൂമിനകത്താണ് അദ്ദേഹം താമസിച്ചു വന്നത്. ഫിലിപ്പോസ് പാസ്റ്റർ ഇപ്രാവശ്യം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു, ചിലതിനെ ശാസിച്ചു, അത് പ്രയോജനപ്പെട്ടു. ഇന്ന് അദ്ദേഹത്തിന് 73 സഭകളുണ്ട്. 73 സഭകൾ. അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകമാണ്. ആവറേജ് 1000 പേര് വീതം ഒരു സഭയ്ക്കകത്തുണ്ട്. 350 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് അത്. 350 പേര് പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. അവിടെ ഒരു സിന്നസാറിനെ ഞാൻ കണ്ടു. ഒരു ചീഫ് എഞ്ചിനീയർ ആയിരുന്ന അദ്ദേഹം അവിടെ ഒരു ഇലക്ട്രിക്കൽ പ്രോജക്റ്റിൻ്റെ അദ്ദേഹത്തോട് സംസാരിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 25 പേർ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ്, ഒരു 25 പേർ ഒരുമിച്ച് കൂടി അത്രയും പേർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവരുടെ ജീവിതത്തിൽ ആത്മാക്കളെ നേടുന്നതല്ല, പക്ഷേ ആ 25 പേര് ചേർന്നാണ് ഏതാണ്ട് 18 19 സഭകൾ പണിയുവാനുള്ള ഫ്രീ സ്ഥലങ്ങൾ. അവർ സ്വത്തുക്കാരായിരുന്നു, പണമുള്ളവരായിരുന്നു. അതിനാവശ്യമുള്ള സമ്പത്തുകൾ കൊടുത്തത്. ദൈവത്തിന് വഴികൾ ഒരുക്കുവാൻ കഴിയും. ദൈവത്തിന് വഴികൾ ഒരുക്കുവാൻ കഴിയും. നിങ്ങളുടെ മുമ്പിൽ വഴി അടച്ചു വെച്ചിരിക്കുന്ന ശത്രു നിങ്ങളെ കാണുമ്പോൾ ഇറങ്ങി മാറത്തക്കവണ്ണം
ഞാൻ എൻ്റെ പോയിന്റിൽ ഇതുവരെ എത്തിയില്ല. ഇവർ വന്ന് പറഞ്ഞ്, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. യേശു അങ്ങ് സന്തോഷിച്ചു പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തൊന്ന് വീഴുന്നത് ഞാൻ കണ്ടു. 19-ാമത്തെ വാക്യത്തിൽ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. ഇതുവരെയും ഈ അധികാരം ഇല്ലാതെ അവർ പോയത് മറക്കരുത്. ഇവരെ ചുമതലപ്പെടുത്തിയതല്ല, പക്ഷേ വിശ്വാസത്താൽ ഇവരങ്ങ് ചെയ്തതാണ്. ഇപ്പോഴാണ് അവരെ ചുമതലപ്പെടുത്തുന്നത്. ചിലത് കണ്ടു തുടങ്ങിയവർ, ചിലത് കേട്ടു തുടങ്ങിയവർ, ചിലരുടെ ജീവിതത്തിൽ അനുഭവിച്ചു തുടങ്ങിയവർ കർത്താവ് ഇന്ന് നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ. 20-ാമത്തെ വാക്യം ഭയങ്കര ഗൗരവമായി. ഇത് ചില വർഷങ്ങൾക്ക് മുമ്പേ ദൈവം എന്നോട് ഇടപെട്ടു. ഈ ദിവസങ്ങളിലാണ് ഇത് മനസ്സിലാകുന്നത്. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പിൻ. ഒന്ന് നിൽക്കട്ടെ. നമ്മളിതിനൊരു ദുർവ്യാഖ്യാനമാണ് കേട്ടിട്ടുള്ളത്. ബാപ്റ്റിസ്റ്റ് മിഷൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു വ്യാഖ്യാനം കൊടുത്തു. അദ്ദേഹം ലോകപ്രസിദ്ധനായതുകൊണ്ട് എല്ലാവരും അങ്ങ് അംഗീകരിച്ചു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്നാണ്. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിപ്പിൻ. ആ മനുഷ്യൻ പറഞ്ഞു, സ്വർഗത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെടുക എന്നാണ്. രക്ഷിക്കപ്പെട്ടവൻ്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നുള്ളത് ഏത് പുസ്തകത്തിൽ നിന്ന് കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല. ബൈബിളിൽ ഇല്ല. രക്ഷിക്കപ്പെടുന്നവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. യേശു അതല്ല പറഞ്ഞ്, സ്വർഗത്തിൽ പേരുള്ളതാണ്. സ്വർഗത്തിൽ പേരെഴുതുന്നതിനെക്കുറിച്ച് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നുകൊണ്ട് ദയവായിട്ടൊന്ന് നോക്കിയേക്കണേ. അല്ലേ, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സംഘം അന്നോ? പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും. മതി. എബ്രായ ലേഖനം 12:23 അല്ലേ അത്? ആരുടെ പേരാ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്? ആദ്യജാതന്മാരുടെയാ. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അധികാരം കൈകാര്യം ചെയ്യുവാൻ ദൈവം നിയമിക്കുന്നവരാ. എന്നോട് പരിശുദ്ധാത്മാവ് വന്നിടപെട്ടത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ, മോനെ, ഇന്ന് നീ വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കും, നാളെ നീ ദേശത്തു നിന്ന് ഭൂതങ്ങളെ പുറത്താക്കും. നമ്മൾ ആ സ്ഥിതിയെക്കുറിച്ചാണ് ചിന്തിക്കാൻ വരുന്നത്. ഇന്നൊരു ഇമ്പാർട്ടേഷൻ നടക്കണം. എന്തിൻ്റെ? ദേശശക്തികളെ ദേശത്തുനിന്ന് പുറത്താക്കാൻ. നിങ്ങളതിൽ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങളെ കാണുന്ന സമയത്ത് പൈശാചിക ശക്തികൾ കീഴടങ്ങാൻ, പലതും അലയ്ക്കുവാൻ. തണ്ടവൻ വരുന്നുണ്ട്, ഞാൻ ഇപ്പോഴേ പോയേക്കാം. മനസ്സിലാകുന്നുണ്ടോ? അവൻ വരുന്നുണ്ട്, ഞാൻ ഇപ്പോഴേ പോയേക്കാം. അവൻ അധികാരമുള്ളവനാണ്, അവൻ്റെ മുമ്പിൽ നിൽക്കാനൊക്കത്തില്ല. ഇന്ന് പകൽ അതുപോലൊരു ശക്തിയുടെ വ്യാപാരം ചിലതിൻ്റെ മേലുണ്ടാകുവാൻ ഇരിക്കുന്ന ഇരിപ്പിൽ ചിലർക്ക് മനസ്സിലാകും, എന്നോടാണ് പറയുന്നത്, എൻ്റെ മേലാണ് അധികാരം. സഹോദരന്മാർക്ക് അധികാരം ഉണ്ടെങ്കിൽ സഹോദരിമാർക്കും അധികാരം കിട്ടാം. പക്ഷെ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത രൂപങ്ങളിലാണ്. ഒരു സഭയുടെ ശുശ്രൂഷകൻ്റെ മേലുള്ള അധികാരം പോലെ വേറൊരു സഹോദരന് അത് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഒരു സഹോദരിക്ക് ആ അളവിൽ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അനുവദിച്ച അളവിൽ നിന്നാൽ, ഓരോരുത്തനും താൻ്റെ നിരയിൽ നിന്നാൽ, നിര തെറ്റിക്കേറാതെ അവനവൻ്റെ നിരയിൽ നിന്നാൽ ഉപയോഗിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ദൈവം ഒരിക്കലും കുത്തഴിഞ്ഞ പുസ്തകമല്ല. ദൈവം അവനവൻ്റെ നിലയിൽ നിൽക്കുന്നവരെ ഉപയോഗിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽ ചിലരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ധാരണ കിട്ടിയാൽ, എനിക്ക് തോന്നുന്നു പലർക്കും കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോടും ഇടപെടുന്നുണ്ട്, നിങ്ങളോടും ഇടപെടുന്നുണ്ട്. ചില ശക്തികളെ ശാസിക്കുവാൻ ദൈവം ഒരു അധികാരം തരണം. 10,000 കൂട്ടം ശക്തികൾ ഈ ദേശത്ത് കാണും. രോഗങ്ങളായി വ്യാപരിക്കുന്ന, പാപങ്ങളായി വ്യാപരിക്കുന്ന, പ്രത്യേക ശക്തികളായി വ്യാപരിക്കുന്ന, ഞാൻ പറഞ്ഞ അപകട സാധ്യത ഉണ്ടാക്കുന്ന. എറണാകുളത്തിനടുക്കൽ ഗോതുരുത്ത് എന്നൊരു സ്ഥലമുണ്ട്. എറണാകുളത്ത് ഗോതുരുത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ചാരായം വാറ്റ്. ഗോതുരുത്തിൽ പോകുന്നവനെല്ലാം ഒരു 50 വർഷം പുറകിലത്തെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ 80-ാം വയസ്സിലാണ് നിൽക്കുന്നത്. ഒരു 50 വർഷങ്ങൾക്ക് മുന്നമേ ഗോതുരുത്തിൻ്റെ പ്രത്യേകത, അവിടെ ചാരായം വാറ്റ് കോട്ടേജ് ഇൻഡസ്ട്രി ആയിരുന്നു. അവിടെ പോകുന്നവനെല്ലാം ചാരായം വാറ്റും. അവിടുന്ന് എവിടെ പോയാലും ചെന്നവൻ ചാരായം വാറ്റും. ഇന്ന് ചാരായം വാറ്റുന്നവരെ തപ്പിപ്പെറുക്കണം. കാര്യം, ആരോ ആത്മീയർ കയറി ഒന്ന് ശാസിച്ചതാ, കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തൃശ്ശൂരിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ബീഡി തെറുപ്പ് ഒരു പ്രത്യേക ചെകുത്താനായിരുന്നു. ആ ഏരിയയിൽ ചെന്നുപെട്ട ബീഡി തെറുക്കാതെ പോകത്തില്ല. അവരെവിടെ മാറി താമസിച്ചാലും ബീഡി തെറുത്തിരിക്കും. പക്ഷേ ഇന്നതവിടെ ഇല്ല. കാരണം ആരോ ആത്മീയർ അതിനിടയ്ക്കൂടെ കയറി പോടാ പിശാചേ എന്ന് പറഞ്ഞതാണ്. ഈ ആശയം കിട്ടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു ഗൗരവമുള്ള അവസ്ഥയിലേക്ക് ഇനിയും വരാൻ പോകുകയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ചേർത്ത് 2007 ഞാൻ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടു. 2006 ആരംഭിച്ചതാണ്. 2007 അത് മൂർധന്യ അവസ്ഥയിലെത്തി. 2006 ആരംഭിച്ചതാണ്. 2007 മൂർധന്യ അവസ്ഥയിലെത്തി. കർണാടകത്തിലെ മന്ത്രിമാരിൽ ഒരുവൻ വന്ന് ഞങ്ങളുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. എനിക്കൊന്ന് മത്തേ സാറിനൊക്കെ നന്നായിട്ട് അറിയാം. മന്ത്രിമാരിൽ ഒരുത്തൻ വന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. എന്നോടത്തുണ്ട് ഇങ്ങനെ ഞൊടിച്ചോണ്ടാണ് പറഞ്ഞത്, ഫാദർ. എന്നെ അങ്ങനെ വിളിച്ചത്, പട്ടിയെന്ന് വിളിച്ചില്ല, കൈ ഞൊടിച്ചതേ ഉള്ളൂ. ഫാദർ, 48 മണിക്കൂറിനകം കർണാടകം വിട്ടോണം. 48 മണിക്കൂർ നീ ഇവിടെ തുടർന്നാൽ നിന്നെ കഷണം കഷണമായി മുറിച്ച് ഞാൻ ഇവിടുന്ന് പാഴ്സൽ ചെയ്ത് അയക്കും. നിന്നെ ഇവിടെ ഇരുത്തത്തില്ല, നിനക്കിവിടുന്ന് പോകാം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ കോടതിയും കൂടെ അനുവദിച്ചാൽ ഞാൻ പൊക്കോളാം. തൽക്കാലം ഞാനിവിടെ നിൽക്കുന്നത് കോടതിയുടെ ഓർഡറിലാണ്. ഞാൻ കോടതി ഓർഡറിനെ കുറിച്ച് ഒരു വാക്ക് തൊട്ടോട്ടെ പാസ്റ്ററെ. ഭയങ്കരമാണ്. ദൈവം ഒരാളിനെ ഒരു സ്ഥലം ഏൽപ്പിച്ചാൽ അതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്കെതിരെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അവിടുത്തെ തഹസിൽദാർ ഞങ്ങൾക്കൊരു നോട്ടീസ് അയച്ചു. ഈ നോട്ടീസ് കിട്ടിയാൽ 48 മണിക്കൂറിനകം കർണാടകം ഈ നിങ്ങളുടെ സ്ഥലം വിട്ടു പൊക്കോണം. ആ സ്ഥലം മുഴുവനും ബുൾഡൗസർ അയച്ച് ഞങ്ങൾ ഇടിച്ചു നിരത്താൻ പോവാം. അത് ഞങ്ങൾക്ക് വിറ്റത് 114 പേര് ചേർന്ന് സൈൻ ചെയ്താൽ ഞങ്ങൾക്ക് വിറ്റത്. അതിനകത്ത് ഒരുത്തം പറഞ്ഞു, എൻ്റെ വല്യപ്പൻ ഈ വസ്തു തിരുപ്പതി അമ്പലത്തിന് കൊടുത്തതാണ്, ഇവിടെ പള്ളി പണിയാൻ സമ്മതിക്കത്തില്ല. അതിനെ തുടർന്നൊരു 73 കേസുണ്ടായിരുന്നു. 73 കേസിൻ്റെ ഒടുവിലത്തെ ഒരു കോമൺ വാചകമുണ്ട്, ഇവിടെ ക്രിസ്ത്യാനികളില്ല, ഇവർ ഈ വസ്തു വാങ്ങിച്ചിരിക്കുന്ന കമ്മ്യൂണിയൽ ഹാർമണി നശിപ്പിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ഇവരെ ഇവിടുന്ന് മാറ്റണം. കോമൺ ടേമായിരുന്നു. അന്നാണ് 2 ബുൾഡോസർ മുന്നിലോട്ട് കൊണ്ട് നിർത്തി. 2നും പൂജ ചെയ്തു, 2ലും പൂമാലകൾ ഇട്ടു, ഒത്തിരി പൂജകൾ അർപ്പിച്ചു. 48 മണിക്കൂർ കൊണ്ട് മാറിക്കോളാൻ പറഞ്ഞ് ഗവൺമെൻറ് ഓർഡർ തഹസിൽദാർ സൈൻ ചെയ്തത് കൈ വന്നു. ഞങ്ങൾ ഓർഡർ സൈൻ ചെയ്ത് വാങ്ങിച്ചു. എന്നെ ചെയ്യാനാ? സഭയിലെ വിശ്വാസികളോട് പോലും ഞങ്ങൾ പറഞ്ഞില്ല. എനിക്കൊന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല. കാര്യം അതുപോലെ വിശ്വാസമില്ലാത്തവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളുകയില്ല. അതുകൊണ്ട് വരുന്നിടത്ത് കാണാം, ദൈവം നോക്കട്ടെ. ഒരു ദിവസം വൈകിട്ട് 5:30 സൈൻ ചെയ്തു. 48 മണിക്കൂറാകണമെങ്കിൽ 3-ാമത്തെ ദിവസം വൈകിട്ട് 5:30. ആ 3-ാമത്തെ ദിവസം രാവിലെ 5:30 ആയപ്പോൾ ഡോക്ടർ PG വർഗീസ് എന്നെ വിളിച്ചു. എമ്മേ ഇങ്ങനെ കേട്ടല്ലോടാ, എന്തോ അത്. ഞാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാനാ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു 7 ഫാക്സ് നമ്പർ തരാം. ആ 7 ഫാക്സ് നമ്പറുകളിലേക്കും ഓരോ അരമണിക്കൂറിലും ഓരോ കംപ്ലൈൻറ്റ് വീതം അയക്കണം. മറുപടി ഒന്നും കണ്ടില്ലായിരിക്കാം. 1-ാമത്തെ നമ്പർ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ നമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നമ്പരാണ്. അബ്ദുൽ കലാം സാറായിരുന്നു അന്ന്. അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലെ നമ്പരാണ്. 2-ാമത്തേത് മൻമോഹൻ സിംഗ് ആയിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നമ്പരാണ്. ഇങ്ങനെ വീട്ടിലെ നമ്പറുകൾ വെച്ച് ഒരു 6 എണ്ണം. 7-ാമത്തേത് PG വർഗീസിൻ്റെ നമ്പരാണ്. എന്നോട് പറഞ്ഞു, എനിക്ക് ഓരോ മെയിൽ കിട്ടുമ്പോഴും ഞാൻ എൻ്റെ മേളിലത്തെ ആളിനെ വിളിക്കും, കമ്മീഷണറെ വിളിക്കും, അവരെ വിളിക്കും, ഇവരെ വിളിക്കും, നമുക്ക് നോക്കാം എന്തോ ആകുമെന്ന്. ഉച്ചയ്ക്ക് 3 മണി വരെ ഞാൻ ഫാക്സ് അയച്ചു, കംപ്ലൈൻറ്റ് അയച്ചുകൊണ്ടിരുന്നു. 3:30 മണിയുടെ ഫാക്സ് അയക്കാൻ വേണ്ടി വന്ന് ടെലിപ്രിൻ്റർ ഓൺ ചെയ്യുകയും, ഫാക്സ് മെഷീൻ ഓൺ ചെയ്യുകയും എന്നിട്ട് ഇങ്ങോട്ട് വരുന്നൊരു മെയില് അബ്ദുൽ കലാം സാറിൻ്റെ മെയിലാണ്. അബ്ദുൽ കലാം മെയിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കർണാടക ചീഫ് മിനിസ്റ്റർക്കാണ്. MA വർഗീസിന് കോപ്പി. എന്നിട്ട് കർണാടക ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞത്, അടുത്ത അയോധ്യ ലൈക്ക് ഇഷ്യൂ, അയോധ്യ പോലെ ഒരു സംഭവം ഇനി ഉണ്ടാകരുത്, അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് അവരുടെ ലീഗാലിറ്റി തെളിയിക്കാൻ കോടതി അവസരം കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഈ ലെറ്ററും പൊക്കിയെടുത്ത് അന്നേരം തന്നെ ബുൾഡോസർ തിരിച്ചുപോയി. ഈ ലെറ്ററും പൊക്കിയെടുത്തുകൊണ്ട് കോടതി പോയി. അവിടെ തുടർന്നോളാൻ കോടതിയുടെ ഉത്തരവുണ്ട്. അതിങ്ങനെ കിട്ടിയതാണ്. കർണാടകത്തിലെ മന്ത്രി എൻ്റെ അടുക്കൽ വന്ന, ഫാദർ പാക്കപ്പ്, 48 മണിക്കൂറിനകം നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ കഷണമായി മുറിച്ച് ഇവിടുന്ന് പാക്ക് ചെയ്യും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഞാൻ പോകത്തില്ല, കൊന്നാലും പോകത്തില്ല. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പോകണമെങ്കിൽ കോടതി കൂടെ പറയണം. തൽക്കാലം കോടതിയുടെ പെർമിഷനില്ല, ഞാനിവിടെ നിൽക്കുന്നത് ബാംഗ്ലൂർ ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റാണ്. അതിനോട് ശരി, നാളെ വന്ന് കണ്ട് സംസാരിക്കാം. അടുത്ത ദിവസം ചർച്ചിനകത്തിരുന്ന് സംസാരിക്കാൻ വന്നു. 5-6 പോലീസുകാരുണ്ട്, മന്ത്രിയുണ്ട്, എല്ലാവരും ഉണ്ട്. സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഒരു പൊളിറ്റീഷ്യൻ്റെ വീട്ടിൽ പോയിരുന്ന് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം.
നിങ്ങൾ കേട്ടോണം, ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം. നീ കൂടെ പോ. ഞാൻ പോകാൻ തീരുമാനിച്ചു. ചർച്ച് കോമ്പൗണ്ടിൽ നിന്നൊരല്പം മാറിക്കഴിഞ്ഞപ്പോൾ, മേ ബി ഒരു 6 കിലോമീറ്റർ മാറിക്കഴിഞ്ഞപ്പോൾ കാറിൽ നിന്നിറങ്ങി ഇനി നടക്കണമെന്നായി. 2 പോലീസുകാരൻ്റെ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും പിടിച്ചു നടത്തി. നടന്നു പോകുന്ന വഴിയിൽ ഒരു സിമെൻ്റ് ഇട്ട തറയുണ്ട്. ആ സിമെൻ്റ് ഇട്ട തറയിൽ മുഴുവൻ ചാരം കിടക്കുക. ഈ ചാരത്തിനകത്തൂടെ നടന്നു. ഈ തറയിൽ നിന്ന് അപ്പുറത്തിറങ്ങി എനിക്കെന്തോ ബോധം മറയുന്നത് പോലെ ഒരു തോന്നൽ, എന്തോ സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ. ആ പൊളിറ്റീഷ്യൻ്റെ വീട്ടിൽ കയറി കുറേ പേപ്പേഴ്സ് എടുത്ത് തന്നേച്ചനോട് പറഞ്ഞ് സൈൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് സൈൻ ചെയ്യാനുള്ള മനക്കെട്ടി കിട്ടുന്നില്ല, അതുകൊണ്ട് എൻ്റെ വക്കീലിനെ കാണാതെ ഞാൻ സൈൻ ചെയ്യത്തില്ല. മന്ത്രി പറഞ്ഞ് സൈൻ ചെയ്ത് വെച്ച് പോകും മര്യാദയ്ക്ക്. ഞാൻ പറഞ്ഞു, ഇല്ല സർ, നടക്കത്തില്ല, എനിക്ക് എൻ്റെ വക്കീലിനെ കാണണം. എനിക്കങ്ങനെ വക്കീലൊന്നും ഇല്ല കേട്ടോ. ഒരു വക്കീലിനെ കാണണം, എനിക്ക് മെഡിക്കൽ ഫെസിലിറ്റി വേണം, ഡോക്ടറെയും കാണണം. കാര്യം എൻ്റെ തല നേരെ നിൽക്കുന്നില്ല. അവരോട് ഈ കളഞ്ഞു പോയി. വർഷങ്ങൾ കഴിഞ്ഞു. 2007 സംഭവമായത്. ഇപ്പം എത്രയായി? 19 വർഷം. കഴിഞ്ഞ നവംബറിൽ, സാറിന് കേട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കേട്ടു ഇല്ല, കഴിഞ്ഞ നവംബറിൽ അതിനടുത്ത് നമ്മുടെ ഒരു വിശ്വാസി താമസമുണ്ട്. അവരുടെ വീടിനകത്ത് അവർ പറയുന്നത് വെളുപ്പിനെ 3 മണിയായപ്പോൾ ആരോ വന്ന് കതകിന് മുട്ടി. വെളുപ്പിനെ 3 മണിക്ക് കതകിന് മുട്ടി ഉടനെ എഴുന്നേറ്റ് വന്ന് കതക് തുറന്നു നോക്കുമ്പോൾ ഒരു ശവമാണ് നിൽക്കുന്നത്. ഒരു ശവം, അടിമുടി തുണി കൊണ്ട് ചുറ്റി വെച്ചിരിക്കുക. വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഭഗവാൻ, നീ എന്നെ ആരാധിക്കണം, അത് പറയാൻ വന്നതാ. അവർ പറഞ്ഞു, പൊപ്പിശാലെ പാൻ പറഞ്ഞു. ഈ സത്വം പുറകോട്ട് നടന്നു. അവർ പറയുന്നത് അവരുടെ വാചകമാണ്. സത്വം പുറകോട്ട് നടന്നു. ഗേറ്റിനകത്തൂടെ പുറത്തിറങ്ങി. ഇവർ പുറകെ ചെന്നപ്പോൾ പോയ വഴി മുഴുവൻ രക്തം കിടപ്പുണ്ട് ഈ ഗേറ്റ് വരെ. അടുത്ത 2 ദിവസം കൊണ്ട് 3-4 വീടുകളിൽ കയറി. ഇന്നാരാണെന്ന് പറഞ്ഞ ഒരു പേര് പറഞ്ഞാൽ വിളിക്കുന്നത് അവരറിയുന്നവരുടെ പേരാണ്. ഭഗവാൻ മാറി, ഇവിടുത്തെ ലോക്കൽ ഭഗവാൻ മാറി, നിങ്ങൾ പുതിയ ഭഗവാനെ ആരാധിക്കണം എന്ന് പറഞ്ഞു. ഈ സ്ത്രീ ഇത് അറിഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ചാൽ, നിങ്ങൾ അറിയുന്ന ഒരാളിൻ്റെ ശബ്ദമാണല്ലോ കേട്ടോ, ആരും കഥ തുറക്കത്തില്ല. എല്ലാവർക്കും പേടിയാണ്. വെളുപ്പിനെ 3 മണിക്കായി സംഭവം. ആരും കഥ തുറക്കത്തില്ല. ഇനിയും നിങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ചാൽ, ഈ വിളിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളിൻ്റെ നമ്പറിലോട്ട് പെട്ടെന്നൊന്ന് വിളിച്ചേക്കണം. ആളെടുത്ത മറുപടി പറയുമല്ലോ. വിളിച്ചപ്പോൾ അവരൊക്കെ കിടന്ന് ഉറങ്ങുക. പിന്നെ ഇവിടെ വിളിച്ചതാരെ? ഈ സ്ത്രീക്ക് ആകപ്പാടെ ബുദ്ധിമുട്ടായി. അന്ന് ദേശശക്തികളെ ശാസിക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞ ദിവസവുമാണ്. ഇതേ വാക്യത്തിലാണ് എന്നോട് ഇടപെടുന്നത്. ഞാൻ എൻ്റെ 2-3 സഹോദരന്മാരുണ്ട്. സഹോദരന്മാരെ, ഇങ്ങനൊരു കേസുണ്ട്, നമുക്ക് അവിടെ വരെ പോകാം. ഞാൻ എത്രയും പേരെയും വിളിച്ചു. കുറച്ച് ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച് ആ ഉപ്പുമായിട്ടാണ് പോകുന്നത്, അവിടെ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആ വീട്ടിലോട്ട് പോകുമ്പോൾ താണ്ട് എന്നെ ചാരത്തിൻ്റെ മണ്ടയിൽ കൂടെ നടത്തിയ ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഒരു അമ്പലം പണിതിട്ടുണ്ട്. അവിടുത്തെ പുള്ളിയാണ് പറഞ്ഞത്, ഞാനാണിപ്പോൾ കടവിള, നീ എന്നെ വേണം ആരാധിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം പഠിച്ചെന്ന് പറഞ്ഞ, പിശാചേ, പണ്ട് ഞാൻ നിൻ്റെ മണ്ടയിൽ ചവിട്ടിയതാണ്. അന്ന് ഞാൻ വിവരക്കേട് കൊണ്ട് ചവിട്ടിയത്. എനിക്കറിയാമായിരുന്നു, ഇന്ന് അറിഞ്ഞുകൊണ്ട് ചവിട്ടുക. യേശുവിൻ്റെ നാമത്തിൽ പോകാം. ഞങ്ങളുടെ വിശ്വാസികളെ തൊടാനോ ഞങ്ങളുടെ ഏരിയയിൽ അടുക്കാനോ നിനക്ക് റൈറ്റില്ല. സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഭൂതങ്ങളെ വ്യക്തികളിൽ നിന്ന് പുറത്താക്കി, നാളെ നിങ്ങൾ ദേശങ്ങളിൽ നിന്ന് പുറത്താക്കും. ഇതിനകത്തുനിന്ന് ചിലതിനെ ദൈവത്തിനൊന്ന് തിരഞ്ഞെടുത്ത് ആക്കാനുണ്ട്, ചിലതിനെ ദൈവത്തിനൊന്ന് ഉപയോഗിപ്പാനുണ്ട്. നമ്മുടെ ഈ താണ ലെവലും കൊണ്ടങ്ങ് നിർത്ത്. 3-ാം ക്ലാസ് മാത്രം പഠിച്ചു നിൽക്കുന്ന ആ സിസ്റ്റത്തിൽ നമുക്കൊന്ന് മാറാം. നമുക്കൊരു 5-ാം ക്ലാസ്സിലേക്ക് കയറാം, ഒരു 10-ാം ക്ലാസ്സിലേക്ക് കയറാം. പക്ഷെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ വ്യവസ്ഥിതി വിട്ടുമാറിയാൽ ഒരു കാലത്തും ദൈവത്തിന് അവനെ സഹായിക്കാൻ പറ്റത്തില്ല. പകരം ദൈവത്തോടുകൂടെ നിൽക്കുവാൻ ദൈവിക സ്വഭാവം ദൈവ അനുരൂപരാക്കി സ്വർഗത്തിലെ ദൈവം നമ്മെ മാറ്റുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ചിലതിൻ്റെ മേലൊരു കൈമാറ്റം നടക്കും. എനിക്ക് തോന്നുന്നു ഞാൻ പറയാൻ ആഗ്രഹിച്ച ഏറെക്കുറെ നല്ലൊരു ഭാഗം പറഞ്ഞു. 2-ാം ഭാഗം തൊട്ടോട്ടെ. ആദാമിനെ സൃഷ്ടിക്കേണ്ടതിന് ആത്മാവിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു. മണ്ണിൽ ഒരു രൂപമുണ്ടാക്കി, ആ രൂപത്തിലേക്ക് ഊതിക്കയറ്റി. കാലം പോയി. അബ്രഹാമിൻ്റെ കാലത്തോടുകൂടെ ജാതികൾക്ക് വിറ്റു, സകലതും തീർന്നു. അബ്രഹാം എന്ന ഏകനെ ദൈവം വളർത്തി.
അബ്രഹാമിനെ വളർത്തുന്നതൊക്കെ ഭയങ്കരമാണ്. അബ്രഹാമിന് 25 കൊല്ലം കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടായി. എന്താ കാര്യം? ആരെങ്കിലും ഗൗരവമായി ആലോചിച്ചോന്ന് എനിക്കറിയത്തില്ല. എന്തുകൊണ്ട്? അബ്രഹാമിൻ്റെ അപ്പൻ്റെ ജോലി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. അത് തിന്ന ഈ തടി, അബ്രഹാമിൻ്റെ തടിയുണ്ടല്ലോ, വിഗ്രഹത്തെ ഉണ്ടാക്കി വിറ്റ കാശ. ആ ശരീരത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചാൽ അതിനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് ഒക്കത്തില്ല. ഇത് കിട്ടുന്നവർക്കായി സ്തോത്രം. കാലം പോയി. അബ്രഹാമിൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം അബ്രഹാം അറിഞ്ഞു. സാറയുടെ ശരീരം അതുവരെ വിഗ്രഹങ്ങളെ വിറ്റ് നിന്ന കാശ. ഈ ശരീരത്തു നിന്നൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാറയുടെ ശരീരത്തിൻ്റെ നിർജീവത്വം അറിയുന്നത് വരെ കാത്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വെച്ച് പറഞ്ഞു, വരുന്ന ആണ്ടിൽ ഈ നേരം നിനക്കൊരു കുഞ്ഞാ. നിന്റെ പഴയ ശരീരം നിർജീവമായി. ചിലതിനെ തകർത്ത് മാറ്റേണ്ട ഇടത്ത് ദൈവം കംപ്ലീറ്റ്ലി തകർത്ത് മാറ്റും. ചിലതിനെ തുടച്ച് നീക്കേണ്ടിടത്ത് കംപ്ലീറ്റ്ലി തുടച്ച് നീക്കും. അത് കഴിയുമ്പം വരെ ഞാൻ എൻ്റെ പൈതലിനെ തരാൻ പോകുകയാ, നിനക്കൊരു വാഗ്ദത്ത സന്തതി. ആ വാഗ്ദത്ത സന്തതിയിൽ നിന്ന് യേശു ജനിച്ചു. എത്രയും ആത്മയുദ്ധങ്ങൾ കഴിഞ്ഞ യേശു ജനിച്ചത്. യേശുവിനെ വിളിക്കുന്നത് ഒടുക്കത്തെ ആദമെന്ന. ഒടുക്കത്തെ ആദാം ശിഷ്യന്മാരുടെ കാല് കഴുകിയേച്ച് തൻ്റെ കൈ ഉയർത്തി ഇങ്ങനൊരു പ്രസ്താവന നടത്തി, നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ കൈ ഉയർത്തി എന്നൊക്കെ ഞാൻ പറയുന്നതെല്ലാം പഴയ നിയമത്തിൽ ഈ യഹൂദന്മാരുടെ ചരിത്രങ്ങൾ എടുത്ത് അവരുടെ പാരമ്പര്യങ്ങൾ നോക്കിയേച്ചാണ് പറയുന്നത്. പെസഹ പെരുന്നാളിന് കയ്യോ കാലോ കഴുകിയേച്ച് വീട്ടുടയവൻ പ്രധാനയാൾ കൈറങ്ങൾ രണ്ടും ഉയർത്തി നിന്നാണ് പറയുന്നത്, എൻ്റെ വീടിപ്പോൾ വിശുദ്ധമാണ്. ഈ സ്റ്റേറ്റ്മെൻ്റാണ് യേശു പറഞ്ഞത്, നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് യേശു പറഞ്ഞു. കാരണം എന്ത്? ആദാമിനെ ഉണ്ടാക്കുന്നത് വിശുദ്ധമായ മണ്ണുകൊണ്ടാണ്. അന്നത്തെ ഭൂമി വിശുദ്ധമാണ്. പക്ഷേ ഇന്ന് പാപസാഗരത്തിൽ പുണ്യസ്ഥലമില്ല. ഇന്ന് വിശുദ്ധ മണ്ണിവിടെ ഇല്ല. ഇതൊരു പാപസാഗരമാണ്. ആകയാൽ ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങൾ 12 ശിഷ്യന്മാർ യേശു അവരുടെ കാല് കഴുകിയേച്ചു പറഞ്ഞു, നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. നിങ്ങളെ ശുദ്ധീകരിച്ചേ പറ്റൂ. ഞാൻ നിങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു. അടുത്ത പടി, കാൽവറിയിൽ വില മുടക്കി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അന്ന് വൈകിട്ട് 10 ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ യേശു അവർ കൂടിയിരിക്കുന്ന മാളികയുടെ അകത്തോട്ട് കയറി ചെന്നു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ വന്ന് അയക്കുക. പണ്ട് ആദാമിൻ്റെ മേൽ ഊതിയത് ഓർമ്മയുണ്ടോ? ഞാനൊന്ന് ഊതാൻ പോവുക. യേശു ശിഷ്യന്മാരുടെ മേൽ ഒന്ന് ഊതിയേച്ചു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. ഇമ്പാർട്ടേഷൻ ആരംഭിച്ചു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാ. നിങ്ങൾ പോകണം, പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുമോ അവർക്ക് ക്ഷമിക്കപ്പെട്ടിരിക്കും. ആത്മാവ് വരുമ്പോഴത്തെ ഒരു പ്രത്യേകത, പാപം ക്ഷമിക്കണം, ചിലതിൻ്റെ പാപം നിർത്തണം. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുമോ അവർക്ക് നിൽക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുമോ അവർക്ക് ക്ഷമിക്കപ്പെട്ടിരിക്കും. അങ്ങനെ ശിഷ്യന്മാരുടെ മേൽ ഊതി. എന്നിട്ട് താൻ സ്വർഗാരോഹണം ചെയ്യാൻ നേരം പറഞ്ഞു, ഒന്നുകൂടെ കാത്തിരിക്കണം. ഞാൻ ഊതിയത് കൊണ്ട് മാത്രമായില്ല, എൻ്റെ പിതാവോട് ഊതണം. നിങ്ങൾ ഒന്നുകൂടെ കാത്തിരിക്കണം. അവരടുത്ത 10 ദിവസം കാത്തിരുന്നു. കാത്തിരിപ്പിൻ്റെ ഒടുവിലത്തെ ദിവസം, കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ കുത്തിയിരിപ്പെന്നല്ല, ക്രമീകരണമാണ്. അവർ പറഞ്ഞു, എവിടെല്ലാം ക്രമീകരണം വേണം. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൽ ഒരുത്തനെ കാണുന്നില്ല, പകരം വേറൊരുത്തനെ തിരഞ്ഞെടുത്തേ പറ്റൂ. യോഗ്യതകൾ ഇന്നതാണ്. അങ്ങനെ ഒരുത്തനെ മത്തിയാസിനെ കൂടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരൊറ്റ ഊത്തൂതി കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവരുടെ മേലൊരു വ്യാപാരം. അതാ പെന്തക്കോസ്ത്. ശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിൽ ദൈവത്തിൻ്റെത് കാറ്റടിച്ച പ്രിയപ്പെട്ടവരെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുമോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. ഞാൻ ആ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുമോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുമോ അവരുടെ പാപം നിൽക്കും. ശിഷ്യന്മാർ പാപമോചനത്തിന് തയ്യാറായി. അവർ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ മോചിക്കാൻ പോവുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും.
ജാതികളായി ചെതറിച്ചു കളഞ്ഞ ജനങ്ങളിൽ നിന്ന് തിരിച്ചു വരേണ്ടവർക്ക് അനുവാദത്തിൻ്റെ കവാടം തുറക്കുകയാ. പെന്തക്കോസ്ത് നാളിൽ അന്ന് വരെ തുറന്നിട്ടില്ല. ഞാൻ കവാടം തിരികെ തുറക്കുകയാ. എന്തു വേണം? 1 മാനസാന്തരം, 2 സ്നാനം, 3 പരിശുദ്ധാത്മാവ്. തീർന്നില്ല. 38 മുതൽ 42 വരെയുള്ള അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യം. മറ്റു പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക. ഞാനിവരെ ചെതറിച്ചത് ഇവരുടെ നടപ്പ് ദോഷം കൊണ്ടാ. ഞാനിവരെ ചെതറിച്ചത് ഇവരുടെ സ്വഭാവദോഷം കൊണ്ടാ. ഞാനിവരെ ചെതറിച്ചത് ഇവർ പൈശാചിക പ്രമാണത്തിൽ പോയതുകൊണ്ടാ, അവരുടെ സംസ്കാരങ്ങളിൽ അകപ്പെട്ടതുകൊണ്ടാ. അത് വിട്ടേച്ചുവാ. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. വിട്ടേച്ചുവാ. രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, ഇത് 3 പറയാൻ ഒരു വാക്യം മതിയായിരുന്നു. പക്ഷെ മറ്റു പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞ് വേർപാട്. കാര്യം ഈ 3 ഉപദേശം സ്വീകരിക്കുന്നത് പോലെ അംഗീകരിക്കുന്നത് നല്ല വേർപാട്. അത് അംഗീകരിക്കണമെങ്കിൽ ധാരാളം വേണം. മറ്റു പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞു ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെട്. കാര്യം തള്ളിയതിനെ തള്ളി, ചേർക്കേണ്ടതിനെ കർത്താവ് ചേർക്കുക. നിങ്ങൾ എൻ്റെ കൂടെ വാ. ഇത് ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുമോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുമോ അവർക്ക് നിന്നിരിക്കും. ഇന്ന് പകൽ ചിലതിനെ കൂടെ പാപമോചനത്തിലേക്ക് നയിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തികളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടാം. അവ കീഴടങ്ങിയേ മതിയാകും. 9:30 മണിയായി ഞാൻ ഇവിടെ നിർത്തുക. നിർബന്ധമായി പ്രാർത്ഥിക്കണമെന്നുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരോടെങ്കിലും ദൈവാത്മാവ് വ്യക്തമായി ഇടപെട്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അതിനു മുന്നമേ നിങ്ങളുടെ സഹായത്തോടെ, അനുവാദത്തോടെ ദേശത്ത് പ്രവർത്തിക്കുന്ന ശക്തികളെ ഒന്ന് ശാസിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഒന്നിൻ്റെ കൂടെ ഒരു തള്ളൂടാട്ടെ കർത്താവിൻ്റെ ദാസന് ധാരാളം ചെയ്തതാണ്. നിങ്ങളെല്ലാം ഇത് ചെയ്യാറുണ്ട്. അതവർ സഭയുടെ ദൗത്യം. ഇവിടെ വ്യാപരിക്കുന്ന ദുരാത്മശക്തികളോട് യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങാൻ ആവശ്യപ്പെടുകയാണ്. സഭാ വളർച്ചയ്ക്ക് തടഞ്ഞു നിർത്തുന്ന ശക്തികളോട് യേശുവിൻ്റെ നാമത്തിൽ പോകാൻ ആവശ്യപ്പെടാൻ പോകുകയാണ്. ബാംഗ്ലൂരിൽ എൻ്റെ കൈകൊണ്ട് 1,00,000-ലധികം ആളുകളെ സ്നാനപ്പെടുത്തുവാൻ സ്വർഗം എനിക്ക് കൃപ തന്നെങ്കിൽ ഇന്ന് പകൽ ഈ രാത്രിയിൽ ഇതിനകത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, ഇതിനകത്ത് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. സഭയെ ദൈവം അധികാരപ്പെടുത്തട്ടെ. ചില വൻകാര്യങ്ങൾ ഇവിടെ നടക്കുവാൻ, ദേശത്ത് ചില വ്യത്യാസങ്ങൾ വരുത്തുവാൻ സ്വർഗത്തിൽ ദൈവം കൃപ ചെയ്യട്ടെ. എല്ലാ കണ്ണുകളും ദയവായി അടയ്ക്കുമോ? ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നവംബർ മാസത്തിന് ശേഷം പോകുന്ന ചില ഇടങ്ങളിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ, ചില ശക്തികളുടെ മേൽ അധികാരമേൽപ്പിക്കുവാൻ സ്വർഗമടിയനെ ഏൽപ്പിച്ചെങ്കിൽ അങ്ങ് അയച്ചുവെന്ന ധൈര്യത്തിൽ ഇവിടെ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ദേശത്ത് വ്യാപരിക്കുന്ന പുത്തൻകുരിശിൻ്റെ ചുറ്റുവട്ടത്തിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മ വ്യാപാരങ്ങളോട് ദൈവസഭയുടെ അതിർത്തി വിട്ടുമാറുവാൻ, പുത്തൻകുരിശിന്റെ അതിർത്തി വിട്ടുമാറുവാൻ ഈ പകൽ ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു. യേശുവിൻ അധികാരത്തിൽ വിട്ടുപോകും. ഇവിടെ കൊണ്ട് നിന്റെ അധികാരങ്ങൾ തീരട്ടെ. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ബലവാനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ഇതിൽ വസിക്കുന്ന നിങ്ങളുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവകൃപ ഇവരുടെ മേലിരിക്കണമേ. ദൈവകൃപ ഇവരുടെ മേലിരിക്കണമേ. മഹത്വം അങ്ങേക്ക്, ഘനവും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക്. അങ്ങ് വലിയ കാര്യങ്ങൾ ചെയ്യണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന്